Hello everyone. So നമ്മൾ നോക്കുന്നത് ധീര ബാച്ചിന്റെ GAAB മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ നമുക്ക് സെക്ഷൻ എയിലേക്ക് കിടക്കാം. സോ സെക്ഷൻ എയിലെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സോ മക്കളെ ഈ ചോദ്യത്തിനകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഈ എക്സിന്റെ വാല്യൂ 0യ്ക്കും 1000നും ബിറ്റ്വീൻ ആണെന്ന് പറയുന്നുണ്ട്. എക്സിന്റെ വാല്യൂ 0യ്ക്കും 1000നും ബിറ്റ്വീൻ ആണ്. ബി ആണ് ഇൻഡിജർ, അതൊരു ഇൻഡിജർ വാല്യൂ തന്നെയാണ്. ആൻഡ് ബോക്സ് x/10 പ്ലസ് ബോക്സ് x/20 പ്ലസ് ബോക്സ് x/30 ഈക്വൽ ടു 11/16 to x, where box x അറിയാലോ ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ദ നമ്പർ ഓഫ് പോസിബിൾ വാല്യൂസ് ഓഫ് എക്സിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണെന്ന് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. മക്കളെ നിങ്ങൾക്ക് മനസ്സിലായി ഇതെല്ലാം എന്തായാലും ഒരു ഇൻഡിജർ ആയിരിക്കും അല്ലേ. ഈ ഇൻഡിജേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ഇൻഡിജർ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇവിടെ കിട്ടാനായിട്ട് പാടുള്ളൂ. ക്ലിയർ ആണല്ലോ. ദെൻ ഇത് നോക്കിക്കേ, x/10 x/20 x/30. അപ്പം ഇവിടെ എന്ന് വെച്ചാൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മൾട്ടിപ്പിൾ ഓഫ് 20 ആയിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 10 ആയിരിക്കും. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 20 ആയിരിക്കും. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 30 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കണം, 10ന്റെയും 20യുടെയും 30യുടെയും മൾട്ടിപ്പിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും, 60യുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം. കാരണം 60k ആയിരിക്കണം അല്ലേ. സോ നമുക്ക് മനസ്സിലായി എക്സ് എന്ന് പറഞ്ഞാൽ എന്താവണം, 60k ആയിരിക്കണം. 60യുടെ മൾട്ടിപ്പിൾ ആയാലല്ലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, നമുക്ക് ആ വാല്യൂ അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെ ബിറ്റ്വീൻ ആയിരിക്കണം നിൽക്കേണ്ടത്. എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0യ്ക്കും 1000നും ബിറ്റ്വീൻ ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, നമ്മുടെ വാല്യൂസ് നിൽക്കേണ്ടത്. റെഡി അല്ലേ. 0യ്ക്കും 1000നും ബിറ്റ്വീൻ നിൽക്കണം. സോ 1000 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് എക്സ് ഈക്വൽ ടു 60k ആണ് അല്ലേ. സോ അപ്പം ഇവിടെ നമ്മുടെ കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0യ്ക്കും 1000 അല്ലേ. സോ നമ്മൾ ഇവിടെ 1000/60 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. സോ ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെ ബിറ്റ്വീൻ നിൽക്കണം മക്കളെ, 0 ലെസ് ദാൻ k ലെസ് ദാൻ 16.66ന് ബിറ്റ്വീൻ ആയിരിക്കണം നമുക്ക് എന്ത് ചെയ്യുന്നത്, കെയുടെ വാല്യൂ കിട്ടേണ്ടത്. ഓക്കെ റെഡി അല്ലേ മക്കളെ. 16.66ന് ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കെയുടെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ ആയിരിക്കാം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് 1 മുതൽ 16 വരെ നമുക്ക് കൊടുക്കാം അല്ലെ. 1 മുതൽ 16 വരെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കൊടുക്കാനായിട്ട് പറ്റുന്നത്. 1 മുതൽ 16 വരെ. അപ്പോൾ 1 2 3 എക്സെട്ര നമുക്ക് എവിടെ വരെ കൊടുക്കാം, 16 വരെ നമുക്ക് വാല്യൂസ് കൊടുക്കാം. ഓക്കെ, പറയുന്ന മനസ്സിലാവുന്നുണ്ടോ, ക്ലിയർ ആണോ മക്കളെ. അങ്ങനെയാണെങ്കിൽ 16 വാല്യൂസ് ആയിരിക്കും നമുക്ക് എക്സിന്റെ പോസിബിൾ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എക്സ് എന്ന് പറഞ്ഞാൽ 60k ആണെന്ന് ഞാൻ പറഞ്ഞു. റെഡി. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെ ബിറ്റ്വീൻ ആണ്, ഇതിന് ബിറ്റ്വീൻ ആണ് കിടക്കുന്നത് അല്ലെ. എക്സ് എന്ന് പറഞ്ഞാൽ 60k എന്ന് നമ്മൾ കൊടുത്തു. എന്നിട്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്തു, കെയുടെ വാല്യൂ കണ്ടുപിടിച്ചു. കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 മുതൽ 16 വരെ ആയിരിക്കും കിട്ടുന്നത്. സോ എക്സ് ഈക്വൽ ടു 60k എന്നല്ലേ. സോ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിന് എത്ര വാല്യൂസ് കിട്ടാൻ സാധ്യതയുണ്ട്, 16 വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. സോ നമ്മുടെ ആൻസർ എത്രയായിരിക്കും മക്കളെ, ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ 16 വാല്യൂസ് ആണ് നമുക്ക് എക്സിന് പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ അല്ലേ, പോസിബിൾ ആയിട്ടുള്ള ഇൻഡിജർ വാല്യൂ എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, f of x equal to log to the base 4, then log to the base 5, log to the base of 3, then 18x minus x square minus 77 എന്നാണ് നമ്മളുടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. റെഡി അല്ലേ മക്കളെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ക്ലിയർ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പം നമുക്ക് പറഞ്ഞിരിക്കുന്ന വാല്യൂ ഇവിടെ ലോഗ് ടു ദ ബേസ് 4, ദെൻ ഇതെന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ തന്നിരിക്കുന്ന വാല്യൂ എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം അല്ലേ. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലോഗ് ടു ദ ബേസ് 5ഉം ലോഗ് ടു ദ ബേസ് 3 ഓഫ് 18x മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 77 എന്നീ പറഞ്ഞിരിക്കുന്ന വാല്യൂ ഓൾവേസ് എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. സോ മക്കളെ ഇവിടെ ലോഗ് ടു ദ ബേസ് 5, ദെൻ ഇവിടെ 0. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ലോഗ് കളയണമെങ്കിൽ ലോഗ് ടു ദ ബേസ് 3 18x മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 77 ഇത് നമുക്ക് എത്ര കിട്ടും, 5/0 എന്ന് വരും. സോ അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ചെയ്യാം, 5/0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ലോഗ് ടു ദ ബേസ് 3 18x മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 77 then ഇത് 1 ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ഇതുപോലെ തന്നെ നമുക്ക് 18x മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 77 ഗ്രേറ്റർ ദാൻ 3/1 എന്ന് വരും. ഓക്കെ, 3/1 എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 18x മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 77 മൈനസ് 3 ഗ്രേറ്റർ ദാൻ 0 എന്ന് വന്നു. സോ ഇപ്പോൾ 18x മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 80 ഗ്രേറ്റർ ദാൻ 0 എന്ന് വന്നു. മക്കളെ ഇപ്പം മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 18x മൈനസ് 80 ഗ്രേറ്റർ ദാൻ 0. അപ്പം ഞാനിത് ത്രൂ ഔട്ട് നെഗറ്റീവ് കൊണ്ട് ഞാനിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, എക്സ് സ്ക്വയർ മൈനസ് 18x പ്ലസ് 18 ലെസ് ദാൻ 0 എന്ന് കിട്ടും. റെഡിയാണോ മക്കളെ. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18 ആഡ് ചെയ്യുമ്പോൾ 18 കിട്ടണമെങ്കിൽ 10ഉം 8ഉം ആണ് അല്ലേ. സോ നമുക്ക് എക്സ് മൈനസ് 10ഉം അതുപോലെ തന്നെ
എക്സ് മൈനസ് 8 ആണ് നമുക്ക് കിട്ടുന്നത് ലെസ് ദാൻ 0. സോ ക്രിട്ടിക്കൽ പോയിന്റ് നമുക്ക് 8ഉം 10ഉം ആണ്. പ്ലസ് മൈനസ് പ്ലസ് ആണെങ്കിൽ ലെസ് ദാൻ വാല്യൂ 8നും 10നും ബിറ്റ്വീൻ. സോ നമ്മുടെ എക്സിന്റെ വാല്യൂ എന്തിനൊക്കെ ബിറ്റ്വീൻ നിൽക്കുന്നത് 8നും 10നും ബിറ്റ്വീൻ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ മക്കളെ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. റെഡി? സോ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. ഇത് വളരെ സിമ്പിൾ ചോദ്യമാണ്, നിങ്ങൾ ഓൾറെഡി ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ചോദ്യമായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ വാല്യൂസ് നോക്കിക്കാം. ഈ വാല്യൂ എന്താ മക്കളെ? സെയിം ആയിരിക്കും. അതുപോലെ ഇതും സെയിം ആയിരിക്കും. അതുപോലെ ഓരോ വാല്യൂസും എന്താണ് കറസ്പോണ്ടിങ് ആയിട്ട് സെയിം വാല്യൂസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇവരെ നമ്മൾ കറസ്പോണ്ടിങ് വാല്യൂസ് സെയിം ആയതുകൊണ്ട് നമുക്ക് ഞാനത് മുഴുവൻ സ്റ്റെപ്പ് എഴുതുന്നില്ല. ആക്ച്വലി നിങ്ങൾക്ക് അറിയാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി ക്ലാസ്സിൽ ട്രിഗ്നോമെട്രിയിൽ ചെയ്തിട്ടുള്ള സെയിം ചോദ്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിനെല്ലാം സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് കോസ് 4π/7, അതുപോലെ കോസ് 2π/7, ദെൻ കോസ് π/7 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടും ഹോൾ സ്ക്വയർ കേട്ടോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ നമ്മൾ AP വരുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, GP വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. കോസ് എക്സ് കോസ് 2x കോസ് 2² എന്നുള്ള രീതിയിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത് പഠിച്ചിട്ടുണ്ട് അല്ലേ? സൈൻ 2n അത് ആ രീതിയിൽ അല്ലേ? സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സൈന് ഇവിടെ 2³ 3 ടേംസ് ആണ് നമുക്കുള്ളത്. ദെൻ π/7 ആണ് നമ്മുടെ എക്സിന്റെ സ്ഥാനത്തുള്ളത്. ദെൻ ഹോൾ ഡിവൈഡ് ബൈ നമുക്ക് 2³ 3 ടേംസ് അല്ലേ? ദെൻ സൈൻ π/7 ഹോൾ സ്ക്വയർ എന്ന് വരും. ഇത് നമ്മൾ സോൾവ് ചെയ്താൽ 1/2⁶ നമുക്ക് പുറത്തെടുക്കാം. ദെൻ 8π/7 എനിക്ക് എങ്ങനെ എടുക്കാം? സൈൻ π + π/7 ഞാൻ എഴുതിയേ. ദെൻ താഴെ എനിക്ക് എന്ത് കിട്ടും മക്കളെ? സൈൻ π/7 ആണ്. അപ്പോൾ π/7ഉം π/7ഉം കട്ടായി പോകും. ദെൻ നമുക്ക് ബാക്കി എത്രയാണ് മക്കളെ കിട്ടുന്നത്? 1/2⁶ ആണ്. നമുക്ക് 2⁻⁻6 എന്ന് കിട്ടും. സോ 2⁻⁻6 ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഇതാണ് നമ്മളുടെ ആൻസർ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ചോദ്യം. ദ നമ്പർ ഓഫ് ways in which 12 different toys can be distributed among the 3 different kids so that the youngest kid get 5, the middle get 4 and the oldest get 3 എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മക്കളെ അപ്പോൾ 12 ടോയ്സ് ഉണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് 3 ഗ്രൂപ്പ് ഓഫ് കിഡ്സിന്, അതായത് യങ്ങസ്റ്റ്, മിഡിൽ, അതുപോലെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യം നമുക്ക് 12 ഡിഫറെൻറ്റ് ടോയ്സ് ഉള്ളത്. അപ്പോൾ അതിൽ യങ്ങസ്റ്റ് ചൈൽഡിന് എത്ര എണ്ണം കിട്ടുന്നുണ്ട്? 5 എണ്ണം കിട്ടുന്നുണ്ട്. അപ്പോൾ 12 എണ്ണത്തിൽ നിന്ന് 5 എണ്ണം നമ്മൾ ആർക്ക് കൊടുക്കുക? യങ്ങസ്റ്റിന് കൊടുക്കുവാണ്. റെഡി അല്ലേ മക്കളെ? യങ്ങസ്റ്റിന് കിട്ടുന്നത്, ഓക്കെ സോറി യങ്ങസ്റ്റിന് കിട്ടുന്നത്, യങ്ങസ്റ്റ് കിഡിന് കിട്ടുന്നത് എത്രയാണ് മക്കളെ? കിഡിന് കിട്ടുന്നതാണ് നമുക്ക് 12 എണ്ണത്തിൽ നിന്ന് നമ്മൾ 5 എണ്ണം സെലക്ട് ചെയ്തു അല്ലേ? 12C5 ആണ്. ഇനി നമുക്ക് അടുത്ത് നോക്കിയേ, അടുത്ത് നമ്മൾ മിഡിലിന് കൊടുക്കാൻ പോവാ. ഓക്കെ, മിഡിലിന് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ബാക്കി 12 എണ്ണത്തിൽ 5 എണ്ണം നമ്മൾ എടുത്തു കഴിഞ്ഞു. ഓക്കെ, റിമൈനിങ് വന്നിരിക്കുന്ന 7 എണ്ണത്തിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? മിഡിലിന് 4 എണ്ണം കൊടുക്കുന്നത്. അപ്പം മിഡിൽ കിഡിന് നമുക്ക് 7 എണ്ണത്തിൽ നിന്ന് നമ്മൾ 4 എണ്ണമായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓൾഡസ്റ്റിന് നമ്മൾ എത്രയായിരിക്കും കൊടുക്കുന്നത്? ഓൾഡസ്റ്റ് കിഡിന് നമുക്ക് എത്ര എണ്ണം കൊടുക്കുക? ഇപ്പം 7 എണ്ണമായിരുന്നു ബാക്കിയുണ്ടെന്ന്, 7 എണ്ണത്തിൽ 4 എണ്ണം എടുത്തു കഴിഞ്ഞു. പിന്നെ നമുക്ക് ആകെ 3 എണ്ണേ ഉള്ളൂ. സോ ആ 3 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഓൾഡസ്റ്റ് ആയിട്ടുള്ള കുട്ടിക്ക് കൊടുക്കുന്നു. സോ ഇതിന്റെ എല്ലാം കൂടെ പ്രൊഡക്റ്റ് ആണ് എത്ര വേയിലാണ് നമ്മളിത് ചെയ്യുന്നത് എന്നുള്ളത്. റെഡിയാണോ മക്കളെ? സോ ഇതിന്റെ എല്ലാം കൂടെ പ്രൊഡക്റ്റ് ആണ് എത്ര വേയിൽ നമ്മളിത് ചെയ്യുന്നു എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? സോ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എത്രയാണ്? 12C5 ഇൻറ്റു 7C4 ഇൻറ്റു 3C3 ആണ്. ഓക്കെ, സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് ഫൈനലി വരുമ്പോൾ നിങ്ങൾക്ക് ഇത് 12 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 5 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ 385 ഇൻറ്റു 3² ഇൻറ്റു 2³ എന്നുള്ള രീതി കിട്ടും കേട്ടോ. ഞാൻ ഫൈനൽ സൊല്യൂഷൻ പറയുന്നില്ല, ജസ്റ്റ് ഇത് മാത്രമേ പറയുന്നുള്ളൂ. നമ്മളോട് പറഞ്ഞ ഇതായിരുന്നു K ഇൻറ്റു 3² ഇൻറ്റു 2³ എന്ന. സോ ഇവിടുന്ന് Kയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? K = 385 നമുക്ക് കിട്ടും. ഓക്കെ, സോ നമ്മുടെ ആൻസർ എത്ര കിട്ടി? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ മക്കളെ? സോ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നെക്സ്റ്റ് ചോദ്യം നോക്കി കേട്ടോ, എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഇക്വേഷൻ ഓഫ് ദ യൂണിറ്റ് സർക്കിൾ. യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിൾ ആണ്. ഇക്വേഷൻ ഓഫ് എ യൂണിറ്റ് സർക്കിൾ കോൺസെൻട്രിക് വിത്ത് ദിസ് സർക്കിൾ. ഓക്കെ, കോൺസെൻട്രിക് വിത്ത് ദിസ് സർക്കിൾ. മക്കളെ കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ പറഞ്ഞത്? അവരുടെ സെന്റർ സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏതോ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടെത്തണം. ആ സർക്കിൾ ഈ സർക്കിളിന്റെ കോൺസെൻട്രിക് ആണെന്ന് പറയുന്നുണ്ട്. ദെൻ ആ സർക്കിൾ ഇക്വേഷൻ കണ്ടെത്തേണ്ട സർക്കിൾ യൂണിറ്റ് സർക്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ കണ്ടെത്തേണ്ട സർക്കിളിന്റെ റേഡിയസ് 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെന്ററും കൂടെ കെട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇക്വേഷൻ എഴുതാം അല്ലേ? അപ്പം ഈ ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ട സർക്കിളിന്റെ സെന്ററും തന്നിരിക്കുന്ന ഇക്വേഷൻ ഓഫ് ദ സർക്കിളിന്റെ സെന്ററും എന്തായിരിക്കും മക്കളെ? സെയിം ആയിരിക്കും. സോ നമുക്ക് തന്നിരിക്കുന്ന ഇതിനകത്ത് നമുക്ക് 2G എത്ര കണ്ടുപിടിക്കാം? 2G എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് 8 എന്ന് എഴുതാം. സോ ഇവിടുന്ന് G = നമുക്ക് 4 കിട്ടും.
2 ഓഫ് നമുക്ക് 4 ആണെങ്കിൽ എഫ് നമുക്ക് 2 എന്ന് കിട്ടും. സോ സെൻറ്റർ നമുക്ക് എത്ര കിട്ടും മക്കളെ? -4, -2. കാരണം -G-F അല്ലേ. സോ സെൻറ്റർ നമുക്ക് കിട്ടി മക്കളെ. സെൻറ്റർ കണ്ടുപിടിക്കാമെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതിക്കൂടെടാ. x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k ഈക്വൽ ടു y - k ഹോൾ സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ. r സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ r റേഡിയസ് യൂണിറ്റ് സർക്കിൾ ആയതുകൊണ്ട് 1 നമുക്ക് തന്നിട്ടുണ്ട്. സോ x - -4 x + 4 ഹോൾ സ്ക്വയർ പ്ലസ് y - -2 y + 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് 1 എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യണം കേട്ടോ. x² + 8x. ഓക്കെ, x² + 8x + 16 + y² + 4y + 4 ഈക്വൽ ടു നമുക്ക് 0 എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് x² + y² + 8x + 4y. ഇവിടെ 1 0 അല്ല 1 1. ഓക്കെ, 4y + 16 + 4 - 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഒന്നുകൂടെ എഴുതി കഴിഞ്ഞാൽ x² + y² + 8x + 4y 16 4 20 ആണ്. 20 1 പോയാൽ 19 ഈക്വൽ ടു 0. സോ നമ്മുടെ ആൻസർ എത്രയാണ് മക്കളെ? ഓപ്ഷൻ എ ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിയാൽ ദ നമ്പർ ഓഫ് റിയൽ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടിരിക്കാം. അതിനകത്ത് മോഡ് ഉള്ളത് കൊണ്ട് നമുക്കറിയാം മോഡ് എക്സ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ആകും അല്ലേ. സോ എക്സ് > 0 ആണെങ്കിൽ ഈ ഫംഗ്ഷന്റെ വാല്യൂ x² - 3x + 2 ഈക്വൽ ടു 0 എന്ന് തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ഉം ആഡ് ചെയ്യുമ്പോൾ -3ഉം കിട്ടണം. അപ്പോൾ നമുക്കറിയാം x - 1ഉം അതുപോലെ തന്നെ x - 2ഉം ഈക്വൽ ടു 0. ഇവിടെ നിന്ന് x = 1ഉം x = 2ഉം നമുക്ക് കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് 2 സൊല്യൂഷൻസ് കിട്ടും. റെഡി, സാറ്റിസ്ഫൈ ചെയ്യുന്നതല്ലോ. x പോസിറ്റീവ് വാല്യൂ ആണ്, 1ഉം 2ഉം കിട്ടി. ഇനി അടുത്തത് x < 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? x² - 3 × -x വരും. -x + 2 ഈക്വൽ ടു 0. അതായത് ഇത് ഞാൻ ഒറ്റയടിക്ക് എഴുതുകയാണ് കേട്ടോ. ഇത് +3x എന്ന് വരും. ഓക്കെ മക്കളെ, റെഡി. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ടൈപ്പ് ചോദ്യങ്ങളാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ഉം ആഡ് ചെയ്യുമ്പോൾ 3ഉം വരണം. അപ്പോൾ നമുക്ക് x + 1ഉം x + 2ഉം ആണ്. അതിനകത്ത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. സോ ഇവിടെ നിന്ന് x = നമുക്ക് -1ഉം x = -2ഉം കിട്ടും. ഇത് സാറ്റിസ്ഫൈ ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്? x < 0 ആയതുകൊണ്ട് -1ഉം -2ഉം കിട്ടും. സോ ഇവിടെ നമുക്ക് 2 സൊല്യൂഷൻ കിട്ടും. സോ ടോട്ടൽ നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ് 2 + 2 4. നമ്പർ ഓഫ് സൊല്യൂഷൻസ് 4. റെഡി അല്ലേ? സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ട്രേസ് ഓഫ് ദിസ് മെട്രിക്സ്. മക്കളെ ട്രേസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ. പ്രത്യേകിച്ച് കാര്യം വല്ലതും ഉണ്ടോ? ഒരു കാര്യമില്ല. സോ എല്ലാം കൂടെ ആഡ് ചെയ്താൽ മക്കളെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കിക്കേടാ. റെഡി ഗായ്സ്. സോ x - 5 + x² - 10 + x - 7 then +-2 ഈക്വൽ ടു അതാണ് ട്രേസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ട്രേസ് കേട്ടോ, അതാണ് നമ്മുടെ ട്രേസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? അസ്യൂം ദ വാല്യൂ 0. ഓക്കെ, ട്രേസ് 0 ആണെന്ന് അസ്യൂം ചെയ്യാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ട്രേസ് ഓഫ് ദ മെട്രിക്സ് അസ്യൂംസ് ദ വാല്യൂ 0 then the value of x എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ മക്കൾ, സോ നമുക്ക് എന്ത് കിട്ടും? x² കിട്ടും. പിന്നെ x + x നമുക്ക് 2x കിട്ടും. then -5 -15 then നമുക്കിതെല്ലാം കൂടെ വന്നിട്ട് എത്ര കിട്ടും? -24 കിട്ടും. ദിസ് ഈക്വൽ ടു 0. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -24ഉം ആഡ് ചെയ്യുമ്പോൾ +2ഉം കിട്ടണമെങ്കിൽ നമുക്ക് x - 4ഉം അതുപോലെ തന്നെ x + 6ഉം ആയിരിക്കും നമുക്ക് വരുന്നത്. സോ ഇവിടെ എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? -6ഉം 4ഉം കിട്ടും. യെസ്, -6ഉം 4ഉം ആണ്. -6 4. ആൻസർ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ, റെഡി അല്ലേ? സോ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിക്കാൻ മക്കളെ. ദ ഇൻവേഴ്സ് ഓഫ് ദി ഫംഗ്ഷൻ f of x. ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമ്മൾ ആദ്യം y = എന്ന് എഴുതും. 10⁻x - 10⁻x ഡിവൈഡ് ബൈ 10⁻x പ്ലസ് 10⁻x. ക്ലിയർ ആണോ മക്കളെ? സോ അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ 10⁻x വെച്ച് നമുക്ക് സൊല്യൂഷൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ 10⁻x പകരം ഞാൻ അതിനെ t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. 10⁻x = ഞാൻ എന്ത് കൊടുത്തു മക്കളെ? t എന്ന് കൊടുത്തു. അങ്ങനെയാണ് 10⁻x നമുക്ക് എന്ത് ചെയ്യാം? 1/t എന്ന് എഴുതിക്കൂടെ? 1/t എന്ന് എഴുതിക്കൂടെ? യെസ്, ഡെഫിനറ്റ്ലി നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇനി കാൽക്കുലേഷൻ സോൾവ് ചെയ്ത് എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോളാം. കാൽക്കുലേഷൻ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി നിങ്ങൾ സൊല്യൂഷൻ ഒക്കെ ചെയ്യണം കേട്ടോ. സോ y = 10⁻x നമ്മൾ t എന്ന് കൊടുത്തു. 10⁻x ഞാൻ 1/t എന്ന് കൊടുത്തു. ദെൻ ഹോൾ ഡിവൈഡ് ബൈ നമുക്ക് t + 1/t തന്നെ വരും. സോ മക്കളെ ഇത് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും സോൾവ് ചെയ്യണേ. സോ y = നമുക്ക് t² - 1/t എന്നും t² + 1/t എന്നും കിട്ടും. സോ y = നമുക്ക് t² - 1/t² + 1 എന്ന് വരും. റെഡിയാണോ മക്കളെ? സോ വൈയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? നമുക്കിപ്പം കിട്ടി വാല്യൂ. ഓക്കെ, റെഡിയാണല്ലോ. അപ്പോൾ t = 10⁻x നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് അല്ലേ. സോ ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോവാണ്? ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പോവാണ്. ക്രോസ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? y × t² + 1 y × t² + 1 അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് കിട്ടും മക്കളെ? t² - 1 എന്ന് വരും. ഓക്കെ,
ടി സ്ക്വയർ മൈനസ് 1 കിട്ടും. അപ്പോൾ ഇതോട് വൈ ടി സ്ക്വയർ പ്ലസ് വൈ ഈക്വൽ ടു ടി സ്ക്വയർ മൈനസ് 1. അപ്പം വൈ ടി സ്ക്വയർ മൈനസ് ടി സ്ക്വയർ ഈക്വൽ ടു -1 മൈനസ് വൈ എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ ഇവിടുന്ന് ടി സ്ക്വയർ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുത്താൽ വൈ മൈനസ് 1 ഈക്വൽ ടു -1 പ്ലസ് വൈ എന്ന് കൊടുക്കാം. മൈനസ് കോമൺ ആയിട്ട് ഞാൻ എഴുതി. ഓക്കെ, റെഡി. ഇനി നമുക്ക് എന്താ ടി സ്ക്വയർ ഈക്വൽ ടു ഞാൻ എന്തെന്ന് എഴുതും മക്കളെ? ടി സ്ക്വയർ ഈക്വൽ ടു എനിക്ക് ഇത് 1 പ്ലസ് വൈ ഡിവൈഡ് ബൈ നോക്കിക്ക് ഈ മൈനസ് നമുക്ക് അതായത് ഇത് നമ്മളിവിടെ കൊണ്ട് വൈ മൈനസ് 1 എന്ന് കൊടുക്കും. ഇപ്പോഴേ ഇതിനെ വൈ മൈനസ് 1 ആക്കി. അപ്പോൾ ഈ മൈനസ് കളയാൻ വേണ്ടി എനിക്കിത് 1 മൈനസ് വൈ എന്ന് എഴുതാം. ഓക്കെ, സോ 1 മൈനസ് വൈ എന്ന് എനിക്ക് എഴുതാം. റെഡിയാണോ മക്കളെ? അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. റെഡിയല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി. സോ എടാ ടി സ്ക്വയർ അല്ലേ? ടി സ്ക്വയർ തന്നെയല്ലേ നമ്മൾ എഴുതി? ടി സ്ക്വയർ. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ആ വാല്യൂ കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇനി ടി നമുക്ക് എങ്ങനെ എഴുതാം? ടി ഈക്വൽ ടു 1 ബൈ വൈ ഡിവൈഡ് ബൈ 1 മൈനസ് വൈ ഹോൾ റൈസ് ടു 1/2 നമുക്ക് എഴുതാം. ഓക്കെ, റെഡി. ഇനി നമുക്ക് ടിക്ക് കൊടുത്തിരിക്കുന്നത് 10 റൈസ് ടു എക്സ് എന്നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് ഇക്വേറ്റ് ചെയ്യുകയാണ്. 10 റൈസ് ടു എക്സ് ഈക്വൽ ടു 1 പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് വൈ ഹോൾ റൈസ് ടു 1/2 കൊടുത്തു. അപ്പോൾ ഇത് എങ്ങനെയും നമുക്ക് സോൾവ് ചെയ്യണ്ടേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? രണ്ട് സൈഡിലും ലോഗ് ടു ദ ബേസ് 10 ഞാൻ അപ്ലൈ ചെയ്തേ. കാരണം ഇവിടെ 10 റൈസ് ടു എക്സ് ആയതുകൊണ്ട് ലോഗ് ടു ദ ബേസ് 10 റൈസ് ടു എക്സ് ഈക്വൽ ടു ലോഗ് ടു ദ ബേസ് 10 1 പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് വൈ ഹോൾ റൈസ് ടു 1/2 എന്ന് വരും. റെഡിയാണല്ലോ? സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമ്മുടെ പ്രോപ്പർട്ടി എക്സ് ലോഗ് ടു ദ ബേസ് 10 ദെൻ ഇവിടെ നമുക്ക് 1/2 ലോഗ് ടു ദ ബേസ് 10 1 പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് വൈ. മക്കളെ ഇത് 1 ആയി പോയല്ലോ. സോ എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 1/2 ലോഗ് 10 1 പ്ലസ് വൈ 1 മൈനസ് വൈ. എടാ ഇനി നമുക്ക് എഫ് ഇൻവേഴ്സ് എക്സ് കണ്ടുപിടിക്കണം. നമുക്ക് താഴെ തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് ആ വൈക്ക് പകരം എന്തിട്ട് കൊടുത്താൽ മതി? നമുക്ക് എക്സ് ഇട്ട് കൊടുത്താൽ മതി. അത്ര നമ്മൾ പഠിച്ചാലേ. സോ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് തന്നിരിക്കുന്ന 1/2 ലോഗ് ടു ദ ബേസ് 10 1 ബൈ വൈക്ക് പകരം 1 ബൈ എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് ഇട്ട് കൊടുക്കും. സോ ദിസ് ഈസ് ദ ഇൻവേഴ്സ്. നമ്മൾ പഠിച്ചാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണല്ലേ. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ മക്കളെ? ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ക്ലിയർ? സോ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി. സൈൻ 15 ഡിഗ്രി ഓൾറെഡി നമ്മൾ പറയുകയാണെങ്കിൽ സൈൻ 15 ഡിഗ്രിയുടെ വാല്യൂ കാണാതെ പഠിച്ച് വെച്ചേക്കണമെന്ന്. സോ സൈൻ 15 ഡിഗ്രിയുടെ വാല്യൂ √3 മൈനസ് 1 ഡിവൈഡ് ബൈ 2√2. നമ്മൾ എപ്പോഴും പറയുന്നതാണ് വാല്യൂ കാണാതെ പഠിച്ച് വെക്കണമെന്ന്. ഇത് നമുക്കിനി അല്ലെങ്കിൽ സൈൻ 45 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി എന്നുള്ള രീതി സോൾവ് ചെയ്താലും മതി. സൈൻ എ മൈനസ് ബി കേട്ടോ. ഓക്കെ, അതിപ്പോൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വാല്യൂ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. നമ്മൾ എപ്പോഴും പറയാറുള്ള വാല്യൂസ് ആണ് അല്ലേ. സോ നമുക്കിനി അടുത്ത് എന്ത് ചെയ്യാടാ? നോക്കിക്കേ. കോസ് ഇൻവേഴ്സ് ആൽഫ പ്ലസ് കോസ് ഇൻവേഴ്സ് ബീറ്റ പ്ലസ് കോസ് ഇൻവേഴ്സ് ഗാമ ഈക്വൽ ടു 3π. ഓക്കെ മക്കളെ, അപ്പം ഒരു മിനിറ്റ്. ഓക്കേടാ, അപ്പോൾ ഇവിടെ നോക്കി. കോസ് ഇൻവേഴ്സ് ആൽഫയും കോസ് ഇൻവേഴ്സ് ബീറ്റയും കോസ് ഇൻവേഴ്സ് ഗാമയും എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3π കിട്ടുന്നതെങ്കിൽ ഇവിടെ നമുക്കൊരു കാര്യം ഒന്ന് മനസ്സിലാക്കാം. ഈ 3 പേരും അതായത് കോസ് ഇൻവേഴ്സ് ആൽഫ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ബീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഗാമ ഓരോരുത്തരും പൈ ആയിരിക്കണം. കാരണം ഇവർ 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പൈ പ്ലസ് പൈ ആഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? 3π കിട്ടുന്നത്. അപ്പോൾ അവർ ഓരോരുത്തരും എന്തായിരിക്കണം? പൈ ആയിരിക്കണം നമുക്ക് വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നോക്കി. കോസ് ഇൻവേഴ്സ് ആൽഫ ഈക്വൽ ടു പൈ ആണെങ്കിൽ ആൽഫിനെ നമുക്ക് ഇവിടുന്ന് കോസ് പൈ എന്ന് എഴുതാം. കോസ് പൈ എത്ര മക്കളെ? -1 ആണ്. അതുപോലെ ഓരോരുത്തരെയും നമുക്ക് എഴുതത്തില്ലേ? അപ്പോൾ ആൽഫയും അതുപോലെ ബീറ്റയും ഗാമയും നമുക്ക് എത്ര എഴുതാം? -1 ആണ്. അങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറയുന്നത് എന്താ? ഈ സാധനമാണ്. അങ്ങനെയാണ് ചെയ്ത് -1 ഇൻറ്റു -1 പ്ലസ് -1 ഇൻറ്റു -1 വേണമെങ്കിൽ അത് -1 എന്ന് തന്നെ കൊടുക്കാം അല്ലേ. നമ്മളിവിടെ പ്ലസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. -1 എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, മൈനസ് ഓഫ് അടുത്തത് വീണ്ടും വരുമ്പോൾ -1 ഓക്കെ, ഇതെല്ലാം കൂടെ സോൾവ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും നോക്കണേ. സോ ഇത് നമുക്ക് -1 ഇൻറ്റു -2 വരും. ഇതും -2 വരും. ഇതും -2 വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇതെല്ലാം -2. ഇത് -2 വരും. ദെൻ ഇത് നമുക്ക് +2 വരും. ഇത് നമുക്ക് +2 വരും. ഓക്കെ, സോ +2 നമുക്ക് സോറി മക്കളെ, ചെറിയൊരു പ്രശ്നം, സൈനിൻ്റെ പ്രശ്നം ഞാനിവിടെ സോൾവ് ചെയ്യുന്നതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പുറത്തോട്ട് എഴുതാം. ഓക്കെ, -1 ഉണ്ട്, മൈനസ് ഉണ്ട്, ദെൻ -1 ഒരു കാര്യം -1 മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. ആ വാല്യൂ ഞാൻ എഴുതിയ ചെറിയൊരു പ്രശ്നമുണ്ട്. ഓക്കെ,
1 ഓക്കെ 1 ഇതാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പം മക്കളെ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ നോക്കിയേ -1 ഇൻറ്റു -1 -2 -2 ഇൻറ്റു -1 2 അല്ലേ കേട്ടോ. ഞാനത് എഴുതിയത് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അപ്പോൾ 2 + 2 നമുക്ക് എത്ര കിട്ടും? 6 ആണ് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഞാൻ -2 എന്ന് ആദ്യം എഴുതിയ വാല്യൂ എഴുതിയത് കേട്ടോ. അപ്പോൾ 2 ആണ്, 6 ഈസ് ദ റൈറ്റ് ആൻസർ. സോ നമ്മളിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ചോദ്യം കുറച്ചൊന്നും നമുക്ക് ചെയ്യണം, പക്ഷേ കാര്യം അറിഞ്ഞാൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം. ഞാൻ സ്റ്റെപ്സ് ഒന്നും മുഴുവൻ പറയുന്നില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ ഞാനൊന്ന് പറയാം കേട്ടോ. സോ മക്കളെ നോക്കിക്കേടാം, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സിൻ്റെ വാല്യൂ 0ക്കും 1/2 ബിറ്റ്വീന് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ ആൽഫ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് ബൈ ബീറ്റ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. റെഡി ആണല്ലോ? സോ ഗൈസ്, അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോകും, നമുക്ക് തന്നിരിക്കുന്ന എന്തോന്ന് നോക്കിക്കേടാം. സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ ആൽഫ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് ബൈ ബീറ്റ. സോ ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ബീറ്റേനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ആൽഫ ഇവിടെ എത്തി. ഇവിടെ എനിക്ക് കോസ് ഇൻവേഴ്സ് എക്സും ഇവിടെ എനിക്ക് സൈൻ ഇൻവേഴ്സ് എക്സും എനിക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഞാൻ ഇതിനെ ഇങ്ങോട്ടും കൊണ്ടുവന്നു. ഓക്കെ, നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് മക്കളെ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് സൈൻ ഓഫ് 2π ആൽഫ ഡിവൈഡ് ബൈ ആൽഫ പ്ലസ് ബീറ്റ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആൽഫ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുകയാണ്. ആൽഫ കൊണ്ട് ഡിവൈഡ് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? സൈൻ ഓഫ് 2π ഡിവൈഡ് ബൈ 1 പ്ലസ് ബീറ്റ ബൈ ആൽഫ എന്ന് വരും. സോ ഈ ബീറ്റ ബൈ ആൽഫയുടെ വാല്യൂ എടുത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഇവിടെ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പം എനിക്ക് എന്ത് കിട്ടും? സൈൻ ഓഫ് 2π ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ബൈ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, റെഡി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കിട്ടും? സൈൻ ഓഫ് 2π താഴെ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഡിവൈഡ് ബൈ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. ഓക്കെ മക്കളെ, സോ സൈൻ ഓഫ് 2π ഡിവൈഡ് ബൈ താഴെ നമുക്ക് π/2 കിട്ടും. ദെൻ ഈ വന്നിരിക്കുന്ന സൈൻ ഇൻവേഴ്സ് മേളെ പോകും. ഓക്കെ, സോ നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടി. റെഡി അല്ലേ മക്കളെ? സോ അപ്പോൾ ഇത് നമുക്ക് ഈ പൈയും പോകും, ഈ 2 അവിടെ പോകുമ്പോൾ നമുക്ക് സൈൻ ഓഫ് 4 സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. റെഡിയാണോ മക്കളെ? സൈൻ ഓഫ് 4 സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സെറ്റ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിനി എന്ത് ചെയ്യാം? നമുക്കിനി എന്ത് ചെയ്യാം മക്കളെ, ഇവിടെ നോക്കിയേ, ഇത് നമുക്ക് ഓപ്ഷൻ നോക്കിക്കേ, ഇങ്ങനെയാണ് ഓപ്ഷൻ കിടക്കുന്നത് അല്ലേ? ഓപ്ഷനിലേക്ക് നമ്മൾ എത്തിക്കായി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സൈൻ ഓഫ്, ഞാൻ ഈ 4 സൈൻ ഇൻവേഴ്സ് എക്സിനെ ഞാൻ 2 × 2 സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതുക. അപ്പോൾ 2 സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഫോർമുല നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സൈൻ ഓഫ് 2 ഓൾറെഡി അവിടെ കിടപ്പുണ്ട്. ദെൻ 2 സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഫോർമുല സൈൻ ഇൻവേഴ്സ് 2x റൂട്ട് ഓഫ് 1 - x² എന്ന് വരും. ഓക്കെ ആണോ മക്കളെ? റെഡി, ഇതാണ് നമ്മുടെ ഫോർമുല. റെഡി. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഇനി ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഇത് 2 സൈൻ ഇൻവേഴ്സ് എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് 2x റൂട്ട് ഓഫ് 1 - x² ആ. അപ്പോൾ ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്നുള്ള ഫോർമുല എന്ത് ചെയ്യാൻ പോവാ, എഴുതാൻ പോവാ. ഓക്കെ, സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 2x റൂട്ട് ഓഫ് 1 - x² പ്ലസ് സൈൻ ഇൻവേഴ്സ് 2x റൂട്ട് ഓഫ് 1 - x². മക്കളെ ഇനി ഇത് നോക്കിയേ, സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ എന്നുള്ള ഫോർമുലയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ മതി. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈയുടെ ഫോർമുല നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഞാൻ ആ സ്റ്റെപ്പ് മാത്രം പറയുന്നില്ല, അത് നിങ്ങൾക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 2 × 2x റൂട്ട് ഓഫ് 1 - x². ദെൻ അത് കോമൺ ആയിട്ട് പുറത്തെടുത്തതിൻ്റെ വാല്യൂ ആണ് അകത്ത് വരുന്നത്. 1 - 4x², 1 - x². അത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കണം കേട്ടോ, ഞാനത് എഴുതുന്നില്ല. സോ അപ്പോൾ ആ ഫോർമുല ഓർമ്മയുണ്ടല്ലോ, സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ എന്നുള്ളത്. ഓക്കെ, ആ ഫോർമുല വെച്ചിട്ടാണ് നമ്മളിപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റൂട്ട് ഓഫ് 1 - y² പ്ലസ് y × റൂട്ട് ഓഫ് 1 - x². ആ ഫോർമുല വെച്ച് നമ്മളിത് എക്സ്പാൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നോക്കിയാൽ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പോയി പ്രോപ്പർട്ടി ആയി അല്ലേ? സോ നമുക്ക് എത്ര കിട്ടും? 4x × റൂട്ട് ഓഫ് 1 - x². ദെൻ അടുത്തത് നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് 1 - 4x² പ്ലസ് 4x⁻⁴ എന്ന് വരും. ഇതൊന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 4x × റൂട്ട് ഓഫ് 1 - x² ഇൻറ്റു 1 - 2x² എന്ന് കിട്ടും. സോ ഇതാണ് നമ്മളുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മളുടെ കറക്റ്റ് ആൻസർ. അത് എക്സ്പാൻഡ് ചെയ്താലേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. ഞാൻ ആ കംപ്ലീറ്റ് സ്റ്റെപ്പ് എഴുതിയിട്ടില്ല. ലാസ്റ്റ് ഇവിടെ നിങ്ങൾ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഇത് സോൾവ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ.
2 സൈൻ ഇൻവേഴ്സ് എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സ് നമുക്ക് എഴുതാമല്ലോ. അങ്ങനെയാണ് നമ്മളിതിപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ മക്കളെ? സോ നെക്സ്റ്റ് നമുക്ക് നോക്കിക്കേ അടുത്തത്. If the 10th term of an AP is 1/20 and its 20th term is 1/10, then the sum of its first 200 terms എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. ഇവിടെ നോക്കിയാൽ മക്കളെ pth term is 1/q and qth term is 1/p എന്നാണെങ്കിൽ നമുക്ക് ആ ഫോമില കിടക്കുന്നെങ്കിൽ ഇവിടെ നോക്കി 10th ടൈം ഓഫ് AP is 1/20 ആൻഡ് 20th ടൈം is 1/10 എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതേ ഫോമിൽ തന്നെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് P ഇൻറ്റു ക്യൂ ആയിരിക്കും. കോമൺ ഡിഫറൻസും P ഇൻറ്റു ക്യൂ ആയിരിക്കും. ദെൻ സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? n ഇൻറ്റു n+1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു പി ക്യൂ എന്നായിരിക്കും ഫോർമുല. അപ്പോൾ ഇവിടെ നമ്മളോട് സം ഓഫ് 200 ടൈംസ് കണ്ടുപിടിക്കാനാണ്. സോ 200 ഇൻറ്റു 200 + 1 201 ഡിവൈഡ് ബൈ 2 ഇൻറ്റു പി ക്യൂ 7 ഇൻറ്റു 5 10 ഇൻറ്റു 20 200 എന്ന് കിട്ടും. സോ അപ്പോൾ നമുക്ക് 200 കട്ടായി പോയി 201 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. അത് എത്രയാണ് മക്കളെ? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ, ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 201 ഡിവൈഡ് ബൈ 2 ആണ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എഴുതിയിരിക്കുന്നത്. 201 ഡിവൈഡ് ബൈ 2 കേട്ടോ. 201 ഡിവൈഡ് ബൈ 2 ക്ലിയർ ആണ് വിചാരിക്കുന്നു. അത് ഓപ്ഷൻ ഡി അല്ലേ ആൻസർ? അത്രേ ഉള്ളൂ. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കിയാൽ മക്കളെ, സം ടു ഇൻഫിനൈറ്റ് ടൈംസ് ഓഫ് ദ സീരീസ്. ഈ സീരീസിന്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇൻഫിനൈറ്റ് സീരീസ് ആണെന്ന് പറയുന്നുണ്ട്. എടാ, ഈ 1/3 ഇൻറ്റു 4നെ എനിക്ക് 1/3 - 1/4 എന്ന് എഴുതാം. നോക്കിയേ, 4 - 3/3 ഇൻറ്റു 4. 4 - 3 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? 1/3 ഇൻറ്റു 4 തന്നെ കിട്ടിയില്ലേ? സോ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇവനെയും എഴുതാം. 1/4 - 1/5 എന്ന് എഴുതാം. പ്ലസ് എക്സെട്രാ എഴുതി നമുക്കിതിന് 1/n+2 - 1/n+3 എന്ന് നമുക്ക് എഴുതാം. പിന്നെ ഇൻഫിനിറ്റി എക്സെട്രാ പോകുന്നുണ്ട് മക്കളെ. ഇതൊരു എന്താണ്? ടെലസ്കോപ്പിക് സീരീസ് പോലെയാണ് വരുന്നത് അല്ലേ? നമുക്കറിയാം ഇതും കട്ടായിപ്പോയി ഇതും കട്ടായിപ്പോയി അങ്ങനെ കട്ടായി ലാസ്റ്റ് നമുക്ക് ഏതൊക്കെ ടേംസ് വരും? ഇത് 1/3 അതുപോലെ മൈനസ് 1/n+3 നമുക്ക് കിട്ടുന്നതെന്ന് വിചാരിക്കുക. സോ അങ്ങനെയല്ലേ വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ സമ്മ് നമുക്ക് എത്ര കിട്ടും? 1/3 - 1/n+3 എന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾ നോക്കിയേ, നമ്മൾ ഇനി ഇങ്ങോട്ട് എന്നിന് എന്ത് ചെയ്യുക? ഇൻഫിനിറ്റ് ടേമിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇൻഫിനിറ്റി ഇട്ട് കൊടുത്താൽ ഡെഫിനറ്റ്ലി 1/വെരി ലാർജ് നമ്പർ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. 1/വെരി ലാർജ് നമ്പർ എന്ന് പറഞ്ഞാൽ 0യോട് വളരെ നിയർ ആയിട്ടിരിക്കും. സോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1/3 ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. റെഡി അല്ലേ മക്കളെ? ഓക്കെ, ഇതാണ് ആ ചോദ്യം. നെക്സ്റ്റ്, ദ ടോട്ടൽ നമ്പർ ഓഫ് 5 ഡിജിറ്റ് നമ്പേഴ്സ് ഫോംഡ് യൂസിംഗ് ദ ഡിജിറ്റ് 1 2 3 5 6 7 വിത്തൗട്ട് റെപ്പിറ്റേഷൻ വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 6. മക്കളെ, ഇവിടെ ഒരു 5 ഡിജിറ്റ് നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലേ? 5 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ 1 2 3 4 5. ഓക്കെ, അപ്പം ഇതൊരു അത് മൾട്ടിപ്പിൾ ഓഫ് 6 എന്ന് പറഞ്ഞാൽ നമുക്ക് 1ന്റെ പ്ലേസിൽ 2ഓ അല്ലെങ്കിൽ 6ഓ ആയിരിക്കണം നമ്പർ വരേണ്ടത്. അത് മാത്രമല്ല ഈ ഡിജിറ്റുകളുടെ സം എടുക്കുമ്പോൾ അതെന്തായിരിക്കണം? ഡിവിസിബിൾ ബൈ 3 ആയിരിക്കണം. ഓക്കെ, ഡിവിസിബിൾ ബൈ 3 ആയിരിക്കണം. ഓക്കെ ആണോ മക്കളെ? ഡിവിസിബിൾ ബൈ 3. ഡിവിസിബിൾ ബൈ 3 എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ദ ഡിജിറ്റ്സ് എന്തായിരിക്കണം? മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കണം. റെഡി ആണല്ലോ? അതാണ് ഡിവിസിബിൾ ബൈ 3 എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? റെഡി. അപ്പോൾ നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് ആണ് നോക്കാനുള്ളത്. ഒന്ന് 1ന്റെ പ്ലേസിൽ 2 വരുന്ന കേസും മറ്റേത് 1ന്റെ പ്ലേസിൽ 6 വരുന്ന കേസും. അത് വന്നാൽ മാത്രമേ അത് മൾട്ടിപ്പിൾ ഓഫ് 6 ആവുകയുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് 2ഉം 6ഉം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 2 ആണ് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ 2 ആണ് ഇവിടെ ഞാൻ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഇവിടെ ഏതൊക്കെ നമ്പേഴ്സ്? 1 2 3 4 നമ്പേഴ്സ് വരാം. അപ്പോൾ എനിക്ക് 1 3 5 6 7. ഓക്കെ, ശ്രദ്ധിച്ചേ, ഞാനിപ്പം ഈ കോളത്തിനകത്ത് എനിക്ക് 1 2 3 4 5. ഓക്കെ, ഇവിടെ ഞാൻ 2 ആണ് വെച്ചിരിക്കുന്നതെങ്കിൽ എനിക്കിവിടെ 4 സ്പേസ് ഉണ്ട്. ഈ 4 സ്പേസിൽ വെക്കാൻ എനിക്ക് പറ്റുന്ന നമ്പേഴ്സ് 1 3 5 6 7. അപ്പം നിങ്ങൾ നോക്കണം, ഇത് വെച്ചാൽ മാത്രം പോരാ, ഇവരുടെ സം എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? അത് 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഡിവിസിബിൾ ബൈ 3 ആവണ്ടേ? അപ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ ആയാലും നമുക്ക് എന്ത് കിട്ടാൻ പറ്റും? ഇവരുടെ എല്ലാവരുടെ സം എടുത്താൽ നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് 3 കിട്ടണം. ഓക്കെ, റെഡി. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും എത്ര കിട്ടുന്നത്? ഇത് കംപ്ലീറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഇത് കംപ്ലീറ്റ് എല്ലാം കൂടെ നമ്മൾ ഈ നമ്പേഴ്സ് എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് 24 ആയി കിട്ടുന്നത്. മൾട്ടിപ്പിൾ ഓഫ് 3 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 2 ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പോസിബിലിറ്റീസ് ഏതൊക്കെയായിരിക്കും പിന്നെ വെക്കാൻ പറ്റുന്നത്? എനിക്ക് ഓരോ പ്ലേസിലും റിപ്പിറ്റേഷൻ വിത്തൗട്ട് റിപ്പിറ്റേഷൻ എന്ന് പറയുന്നതുകൊണ്ട് വെച്ചത് പിന്നെ വെക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ 1 5 6 7 എനിക്ക് വെക്കാം ഒരു നമ്പരും. അതുപോലെ തന്നെ 1 3 5 7 എനിക്ക് വെക്കാം. നിങ്ങൾ നോക്കിയേ, ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 1 5 6 7 ഞാൻ വെച്ച് കഴിഞ്ഞാൽ
5 1 6 6 6 12 12 7 19 20 21. ഓക്കെ, അത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അപ്പം ഡിവിസിബിൾ ബൈ 3 ആണ്. 6 കൊണ്ട് നമുക്ക് ഡിവിസിബിൾ ചെയ്യാൻ പറ്റുന്ന നമ്പർ വാ. ഇനി അടുത്തത് ഇത് നോക്കിയേ, 4 3 1 4 5 4 9 9 7 അല്ലേ, 9 7 16 16 സോറി 1 3 5 7 അല്ലേ. ഓക്കെ, 7 5 12 12 3 15 15 16 17 18. യെസ്, ഇത് നമുക്ക് എന്താണ് 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ ഇതും പോസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. 1 5 6 7 എന്നൊന്നും വെക്കണമെന്ന് നിർബന്ധമില്ല. ഏത് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം, അതിന് പ്രശ്നമില്ല അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എത്ര രീതി പറ്റും? 4 ഫാക്ടോറിയൽ രീതി പറ്റും. ഇതും നമുക്ക് എത്ര രീതി പറ്റും? 4 ഫാക്ടോറിയൽ രീതിയിൽ പറ്റും. 4 ഫാക്ടോറിയൽ രീതിയിലും 4 ഫാക്ടോറിയൽ രീതിയിലും കിട്ടി. ഇനി നമുക്ക് 6 വെക്കുന്ന ഒരു പോസിബിലിറ്റിയും കൂടി ഇല്ലേ. അപ്പം 6 വെക്കുന്ന ആ പോസിബിലിറ്റിയാണ് ഞാൻ അടുത്ത നോക്കുന്നത്. ഓക്കെ, റെഡി മക്കളെ? അപ്പോൾ 1 2 3 4 5. അപ്പോൾ ഇവിടെ ഞാൻ 6 വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ഇതുപോലെ 4 നമ്പർ വെക്കാൻ പറ്റുള്ളൂ. ആ 4 നമ്പർ നമുക്ക് തന്നിരിക്കുന്ന ഏത് നമ്പർ വേണമെങ്കിലും വെക്കാം. പക്ഷേ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കണം? 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. മക്കളെ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ 1 2 5 7 ഇതല്ലേ വെക്കാൻ പറ്റുള്ളൂ. ആ പോസിബിലിറ്റീസ് നിങ്ങൾ നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേ പറ്റുള്ളൂ. അപ്പോൾ ഈ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതും 4 ഫാക്ടോറിയൽ രീതി നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ടോട്ടൽ നമ്പേഴ്സ് നമുക്ക് എത്ര കിട്ടും? ടോട്ടൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 4 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ആണ്. അതായത് 4 ഫാക്ടോറിയൽ ഇൻറ്റു 3 നമുക്ക് ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടും. സോ 72 എന്ന് കിട്ടും. സോ 72 ആണ് നമ്മളുടെ ആൻസർ. 72 നമ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. റെഡിയല്ലേ മക്കളെ? സോ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ചോദ്യം നോക്കിയേ, വളരെ സിമ്പിൾ ചോദ്യമാണ്. ബൈനോമിയൽ തിയറത്തിന്റെ ചോദ്യമാണ് മക്കളെ. സോ ബൈനോമിയൽ തിയറം നമ്മളോട് ഈ ചോദ്യം ചെയ്തതുമാണ്. സോ 6 നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. സോ എൻ പി മൈനസ് എം ഡിവൈഡ് ബൈ പി പ്ലസ് ക്യൂ ആണ്. സോ എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 10 ആണ്. പി നമുക്ക് 1/2 ആണ്. എം 0 ആണ്, കാരണം കോൺസ്റ്റന്റ് ടൈമിൻ്റെ അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ദെൻ പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ 1/2 + 2 ആണ്. സോ ഇവിടെ 5/2 എന്ന് വരും. സോ നമുക്ക് 2 കിട്ടും. ഓക്കെ, നമ്മുടെ 6 2 കിട്ടി. ഇനി നമ്മൾ കോയിഫിഷ്യൻ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. കോയിഫിഷ്യൻ നമുക്ക് തന്നിട്ടുണ്ട്, കാരണം കോൺസ്റ്റന്റ് ടൈപ്പ് 405 തന്നിട്ടുണ്ട്. അപ്പോൾ അത് 10C2 ഇൻറ്റു നമുക്കിവിടെ -k ഹോൾ സ്ക്വയർ ആയിരിക്കും. അത് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 405 തന്നിട്ടുണ്ട്. റെഡി അല്ലേ? കോയിഫിഷ്യൻ ഇവിടെ എക്സിന്റെ ഇവിടെ നമ്പർ 1 ആണ്. എക്സ് സ്ക്വയറിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇവിടെ എത്രയുള്ള k ഉണ്ട്. ആ k ആയി എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അതായത് NCR ഇൻറ്റു A⁻n−r ഇൻറ്റു B⁻r എന്നുള്ള ഫോം തന്നെ എഴുതിയിരിക്കുന്നത്. നമുക്ക് കോയിഫിഷ്യൻ്റ് മാത്രം മതി, കോൺസ്റ്റന്റ് ടൈപ്പ് മാത്രം മതി, എക്സിന്റെ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ x സ്ക്വയർ ദെൻ 405 10C2 എന്ന് പറഞ്ഞാൽ 45 ആണ് മക്കളെ. സോ k സ്ക്വയർ നമുക്ക് എത്ര കിട്ടും? 9 കിട്ടും. കെയുടെ വാല്യൂ നമുക്ക് +or-3 കിട്ടും. നമുക്ക് മോഡ് k ആണ് വേണ്ടത്. സോ മോഡ് k എന്ന് പറയുമ്പോൾ 3 കിട്ടും. സോ നമ്മുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്പർ ഓഫ് ഇറാഷണൽ ടേംസിന്റെ എക്സ്പാൻഷൻ. സോ നമുക്ക് നമ്പർ ഓഫ് റാഷണൽ ടേംസ് കണ്ടുപിടിക്കാൻ ഷോർട്ട് കട്ട് അറിയാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇന്റഗ്രൽ ടേംസ് കണ്ടുപിടിക്കാൻ ഷോർട്ട് കട്ട് അറിയാം. അപ്പം ഇറാഷണൽ കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എക്സ്പാൻഷനിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? റാഷണൽ ടേംസിന്റെ എക്സ്പാൻഷൻ അത് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇറാഷണൽ ടേംസ് കിട്ടും. റെഡി അല്ലേ മക്കളെ? അപ്പോൾ ഞാൻ ആദ്യം കണ്ടുപിടിക്കുക ടോട്ടൽ നമ്പർ ഓഫ് എക്സ്പാൻഷൻ നമുക്ക് എഴുതാം. ടോട്ടൽ നമ്പർ ഓഫ് എക്സ്പാൻഷൻ എത്ര കിട്ടും ഈ ഒരു ബൈനോമിയൽ? നമുക്കറിയാം 60 ടേംസ് ആണുള്ളതെങ്കിൽ 60 + 1 61 ടേംസ് ആയിരിക്കും ടോട്ടൽ ടേംസ് ഉണ്ടാകുന്നത്. ഓക്കെ, റെഡി. ഇനി നമ്മൾ നോക്കിക്കേ, നമ്പർ ഓഫ് ഇന്റഗ്രൽ ടേം അല്ലെങ്കിൽ റാഷണൽ ടേംസ്, നമ്പർ ഓഫ് റാഷണൽ ടേംസ് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് അല്ലേ? റാഷണൽ ടേംസ് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അതായത് നമ്മൾ നോക്കേണ്ടത് ഈ രണ്ട് നമ്പേഴ്സ് പ്രൈം നമ്പേഴ്സ് ആണോ നോക്കണം. യെസ്, ഓഫ് കോഴ്സ് പ്രൈം നമ്പർ ആണ്. ഞാൻ ഇതിന് ഒന്നുകൂടെ ഇങ്ങനെ എഴുതുകയാണ്. 2⁻1/5 + 3⁻1/10 ഹോൾ റൈസ് ടു 60 അങ്ങനെയാണല്ലോ. അപ്പം ഇതിനകത്ത് നമുക്ക് മനസ്സിലായി ഈ 2ഉം 3ഉം പ്രൈം നമ്പേഴ്സ് ആണ് അല്ലെ? പ്രൈം നമ്പേഴ്സ് ആണ്. പ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 5ന്റെയും 10ന്റെയും LCM നമ്മൾ എടുക്കണം. ഓക്കെ, LCM ഓഫ് 5 and 10. ഓക്കെ, 5ന്റെ 10ന്റെ LCM എത്ര മക്കളെ? 10 തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്പറിന് നമ്മൾ ഈ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ നമുക്ക് 60/10 എത്ര കിട്ടും? 60/10 നമുക്ക് 6 എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നില്ല, അങ്ങോട്ട് എഴുതുന്നു. ഓക്കെ, 60/10 6 കിട്ടും കേട്ടോ. 60/10 നമുക്ക് 6 കിട്ടും. ഓക്കെ, അതോടെ നിന്നോട്ടെ. ഇതിപ്പോൾ ഡെസിമൽ ആണെങ്കിൽ നമ്മളെ നിയറസ്റ്റ് ഇന്റഗ്രൽ വാല്യൂ ആണ്. ഇപ്പോൾ 6 പോയിന്റ് സംതിങ് ഉണ്ടെങ്കിൽ നമ്മൾ 6 എന്ന് തന്നെ എഴുതണം കേട്ടോ. നെക്സ്റ്റ് ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടുത്തത് ഇതിനെ നമ്മൾ ഇതിനകത്തെ ഏറ്റവും ചെറിയ പവർ ഏതാ വന്നിരിക്കുന്നത്? 1/10 1/5 5 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 60/5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 14 കിട്ടും. ഇതൊരു പൂർണ്ണ ഇൻഡിജർ വാല്യൂ ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു 1 ആഡ് ചെയ്യണം. സോ ഇപ്പോൾ ഞാൻ 1 ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് 6 + 1 7 കിട്ടി. ഇത് വെറും
ഡെസിമൽ വാല്യൂ ആണെങ്കിൽ നമ്മൾ 1 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് ഇൻറ്റിജർ വാല്യൂ ആണ്, 1 നമ്മൾ ആഡ് ചെയ്തു 7. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് റാഷണൽ ടേംസ് 7 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇറാഷണൽ ടേംസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇറാഷണൽ ടേംസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേംസിന്റെ എക്സ്പാൻഷനിൽ നിന്ന് 7 കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 54 എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ എത്ര കിട്ടും മക്കളെ? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ക്ലിയർ അല്ലേ? റെഡി. സോ നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാം. The area of the triangle is 5. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് 5 എന്ന് തന്നിട്ടുണ്ട്. 2 of its vertices are 2, 1 and 3 minus 2. Third vertex lies on y equal to x plus 3. അങ്ങനെയാണെങ്കിൽ the coordinate of the third vertex ആണ് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ നമുക്കറിയാം 1/2 into x1 y1 then x2 y2 then x3 y3 1 1 1 അല്ലെ. ഇത് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? നമുക്ക് 5 എന്ന് തന്നിട്ടുണ്ട് ഏരിയ. ഓക്കെ, ദെൻ നമുക്കിവിടെ x1 y1 x2 y2 x3 y3 1 1 1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് നമുക്ക് 10 എന്ന് എടുക്കാം. റെഡിയാണോ മക്കളെ? സോ മോഡുലസ് ആണ്, ഇത് മോഡുലസ് ഉണ്ട് ഇവിടെ. മോഡുലസ് മാറ്റി ഇപ്പം ഞാനത് പ്ലസ് ഓർ മൈനസ് ആക്കി. ഓക്കെ, ഇനി ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യണം നമ്മൾ. ഓക്കെ, നമുക്ക് താഴോട്ട് കാണുന്നില്ലെന്ന് തോന്നുന്നല്ലേ? ഓക്കെ, ഓ ശരി, ഞാൻ ആദ്യം തൊട്ട് എഴുതണം. ഇത് എഴുതേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അവിടെ ഞാൻ കുറച്ചൊന്ന് മേലോട്ട് എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് x3 then y3 ആക്കാം. ഓക്കെ അല്ലേ? ശരി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കോർഡിനേറ്റ്സ് നോക്കിയാൽ മക്കളെ 2 1 3 2 ഉണ്ട്. ദെൻ അടുത്ത കോർഡിനേറ്റ് ഈ ലൈനിൽ വെർട്ടെക്സ് എന്ത് ചെയ്യുന്നുണ്ട്? ലൈസ് ഓൺ ദിസ് ലൈൻ എന്ന് പറയുന്നുണ്ട് മക്കളെ. അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു എക്സ് പ്ലസ് 3 ആണെങ്കിൽ എക്സിന് നമ്മൾ h എന്ന് കൊടുത്താൽ y ഞാൻ h+3 എന്ന് എഴുതിയാൽ ഇത് ഓക്കെ അല്ലേ? ഓക്കെ, y ഞാൻ h+3 എന്ന് കൊടുത്താൽ h+3 എന്ന് കൊടുക്കുമ്പോൾ രണ്ടും ഈക്വൽ അല്ലേ? അപ്പം നമുക്ക് കോർഡിനേറ്റ് എങ്ങനെ കൊടുക്കാം? h,h+3 എന്ന് കൊടുക്കുന്നതിൻ്റെ തെറ്റില്ല കണ്ടോ. അപ്പം നമുക്ക് ഇതിനകത്ത് എന്ത് ഇട്ട് കൊടുക്കാം? നമ്മുടെ ഈ ഒരു സാധനം ഇട്ട് കൊടുക്കാം. കോർഡിനേറ്റ് 2, 1 3, -2 h,h+3 then 1 1 1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 10 വരും. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എച്ചിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. then h കണ്ടുപിടിച്ച് h+3 കണ്ടുപിടിച്ചാൽ കോർഡിനേറ്റ് കിട്ടും. ഇത്രയേ ഉള്ളൂ കാര്യം കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യണം. ഓക്കെ മക്കളെ, ഇത് സോൾവ് ചെയ്യണമെങ്കിൽ ഈ ഡിറ്റർമിനന്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. സോ ഇവാലുവേറ്റ് ചെയ്താൽ 2 into -5 - h then -1 into 3 - h plus 1 into 3h plus 9 plus 2h ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 10 നമുക്ക് കൊടുക്കാം. റെഡി അല്ലേ? സോ നെക്സ്റ്റ് നമുക്ക് ഇതൊന്നും ഞാനിത് വളരെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിരിക്കുക കേട്ടോ. നിങ്ങൾ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, സോ -2 + 1 plus h ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 10. കോൺസ്റ്റന്റ് വാല്യൂസിനെ എല്ലാം ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഓക്കെ, ദെൻ മക്കളെ അപ്പോൾ ഇതെല്ലാം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4h ഈക്വൽ ടു 14 അതുപോലെ തന്നെ 4h ഈക്വൽ ടു നമുക്ക് -6 എന്നും കിട്ടും. കാരണം ഇവിടെ പ്ലസ് ഓർ മൈനസ് ആണല്ലോ നമ്മൾ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് കേട്ടോ എല്ലാവരും സോൾവ് ചെയ്യുമ്പോൾ. സോ ഇവിടെ നിന്ന് h ഈക്വൽ ടു എനിക്ക് എത്ര കിട്ടും? 14/4 7/2 എന്ന് കിട്ടും. അതുപോലെ ഇവിടെ നിന്ന് എനിക്ക് h ഈക്വൽ ടു -3/2 എന്നും കിട്ടും. ഓക്കെ അല്ലേ മക്കളെ? സോ നമ്മുടെ കോർഡിനേറ്റ് എങ്ങനെയായിരുന്നു? h,h+3 എന്നായിരുന്നു. അപ്പോൾ h എന്ന് പറയുന്നത് 7/2 ആണെങ്കിൽ h+3 നമുക്ക് 13/2 കിട്ടും. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് രണ്ട് കോർഡിനേറ്റ് കിട്ടുന്നുണ്ടല്ലോ. അടുത്തത് -3/2 ആണെങ്കിൽ നമുക്ക് 3/2 തന്നെയായിരിക്കും ഇത് കിട്ടുന്നത്. +3 ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഓപ്ഷനകത്തുള്ളത് 7/2 13/2 ആണ് നമുക്കുള്ളത്. 7/2 13/2. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ മക്കളെ? റെഡി? സോ നമ്മളിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. എന്താ പറയുന്നത്? ഈ മാൻ ഈസ് വാക്കിംഗ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ അല്ലെ. ഒരു മാൻ എന്ത് ചെയ്യാണ്? ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ നടന്നു പോവുകയാണ് അല്ലെ. ദ അരിത്തമെറ്റിക് മീൻ ഓഫ് ദ റെസിപ്രോക്കൽസ് ഓഫ് ദ ഇന്റർസെപ്റ്റ് ഓഫ് ദിസ് ലൈൻ ഇൻ ദ കോർഡിനേറ്റ് ആക്സിസ് ഈസ് 1/4. ഓൾറെഡി നമ്മൾ ക്ലാസ് ചെയ്ത ചോദ്യം തന്നെയാണ്. then A, B, C are placed the stones, 3 stones അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ which of this stone is are always on the path of the man പോകുന്ന പാത്തിലുള്ള സ്റ്റോൺ ആണ്. ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത ചോദ്യം തന്നെയാണ്. ക്ലാസ്സിൽ സ്ട്രെയിറ്റ് ലൈനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓർമ്മയുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ മക്കൾസ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറയുന്നുണ്ട് മാന് സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഇവിടെ എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ റെസിപ്രോക്കൽസ് ഓഫ് ദി അരിത്തമെറ്റിക് മീൻസ് ഓഫ് ദി ഇന്റർസെപ്റ്റ്. അപ്പം 1/a + 1/b ആണ് റെസിപ്രോക്കൽസ് ഓഫ് ദി ഇന്റർസെപ്റ്റ്. അതിന്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? 1/4 എന്ന് തന്നിട്ടുണ്ട്. റെഡിയാണോ മക്കളെ? സോ നമുക്ക് 1/a + 1/b ഈക്വൽ ടു ഇത് ഓൾറെഡി ക്ലാസ് ചെയ്ത ചോദ്യം തന്നെ കേട്ടോ. 1/b ഈക്വൽ നമുക്ക് കിട്ടുന്നത് 1/2 എന്ന് കിട്ടും. സോ ഇവിടെ ഞാൻ 1/b ഈക്വൽ ടു 1/2 - 1/a എന്ന് എഴുതി.
ഇനി ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ ഇന്റർസെപ്റ്റ് ഫോം എങ്ങനെയാണ് മക്കളെ? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 എന്നാണ്. സോ എക്സ് ബൈ എ പ്ലസ് വൈ ഇൻറ്റു ബിക്ക് പകരം ഞാൻ 1/2 മൈനസ് 1/a ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. റെഡി അല്ലേ മക്കൾ? സോ ഇത് നമ്മളിനി സോൾവ് ചെയ്യണം. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ബൈ എയും then 1/a വരും, ദെൻ ഇത് എക്സ് മൈനസ് വൈ വരും, ദെൻ നമുക്കിത് 1/2 ഇൻറ്റു വൈ മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഞാൻ പറഞ്ഞായിരുന്നു ഈ രണ്ടിൻ്റെ സമ്മ് 0 ആയി വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കോൺസ്റ്റന്റ്, അത് രണ്ടും 0 ആകാൻ വഴിയില്ല. പിന്നെ ഒന്നെങ്കിൽ ഇതോ അല്ലെങ്കിൽ ഇതോ 0 ആയാലും നമുക്ക് ഈ സമ്മ് 0 ആകുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0 എന്നോ വൈ മൈനസ് 2 ഈക്വൽ ടു 0 എന്നോ വൈ മൈനസ് 2 ഈക്വൽ ടു 0 അതെന്ന് വൈ ഈക്വൽ ടു 2 അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ എക്സ് അത്ര തന്നെ വരും മക്കളെ, 2 വരും. സോ നമുക്ക് 2,2 എന്നുള്ള പോയിന്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ആ ഒരു പാറ്റിൽ ആ സ്റ്റോൺ എവിടെയായിരിക്കും അതിലുണ്ടാകുന്നത്. അപ്പം ബി എന്ന് പറഞ്ഞ സ്റ്റോൺ അല്ലെ 2,2 മാത്രമേ നമുക്ക് എന്താകത്തുള്ളൂ? മാൻ്റെ പാത്തിൽ ഉണ്ടാകത്തുള്ളൂ. അതല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ദ സർക്കിൾ പാസിംഗ് ത്രൂ ദ ഇന്റർസെക്ഷൻ ഓഫ് ദ സർക്കിൾസ്. ഓ, സർക്കിൾ പാസിംഗ് ത്രൂ ദ ഇന്റർസെക്ഷൻ ഓഫ് ദി സർക്കിൾസ്. റെഡി അല്ലേ മക്കളെ? having its center on the line also passes through the point. അപ്പോൾ നമുക്കറിയാം സർക്കിൾ പാസിംഗ് ത്രൂ ദ ഇന്റർസെക്ഷൻ ഓഫ് ദ സർക്കിൾസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇക്വേഷൻ എഴുതും മക്കളെ? ഇക്വേഷൻ ഓഫ് ഫാമിലി ഓഫ് സർക്കിൾ പാസിംഗ് ത്രൂ ദ ഇന്റർസെക്ഷൻ ഓഫ് 2 സർക്കിൾസ് S1 ഈക്വൽ ടു 0 ആൻഡ് S2 ഈക്വൽ ടു 0. രണ്ട് സർക്കിളിന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? S1 പ്ലസ് ലാംഡ ഇൻറ്റു S2 ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ സർക്കിളിന്റെ ഇക്വേഷൻ എഴുതുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് രണ്ട് സർക്കിളിന്റെ ഇക്വേഷൻ ഉണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6x പ്ലസ് ലാംഡ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4y ഈക്വൽ ടു 0. ഇതൊക്കെ കാൽക്കുലേഷൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ദെൻ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 പ്ലസ് ലാംഡ എക്സ് സ്ക്വയറിൻ്റെ ടേമെല്ലാം നമ്മൾ ഒന്നിച്ചിട്ടു. ദെൻ അതുപോലെ തന്നെ 1 പ്ലസ് ലാംഡ വൈ സ്ക്വയറിൻ്റെ ടേമെല്ലാം ഒന്നിച്ചിട്ടു. ദെൻ മൈനസ് 6x 4 ലാംഡ വൈ ഈക്വൽ ടു 0 എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്തു? അറേഞ്ച് ചെയ്ത് എഴുതി. ഞാൻ എല്ലാ സ്റ്റെപ്പും എഴുതുന്നില്ല കേട്ടോ. ഞാൻ ത്രൂ ഔട്ട് എന്ത് ചെയ്തു മക്കളെ? 1 പ്ലസ് ലാംഡ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. ത്രൂ ഔട്ട് ഞാൻ എന്ത് ചെയ്തു? 1 പ്ലസ് ലാംഡ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6x ബൈ 1 പ്ലസ് ലാംഡ മൈനസ് 4 ലാംഡ 1 പ്ലസ് ലാംഡ വൈ ഈക്വൽ ടു എനിക്ക് 0 എന്ന് വരും. റെഡി അല്ലേ? അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താണ് സെൻറ്റർ ഓഫ് ദി സർക്കിൾ എഴുതാം. സെൻറ്റർ നമ്മൾ എങ്ങനെ എഴുതുന്നത്? മൈനസ് ജി കോമ മൈനസ് എഫ് ആണ്. സോ ഇവിടെ 2gയുടെ സ്ഥാനത്ത് നമുക്ക് വന്നിരിക്കുന്നത് മൈനസ് 6x ബൈ 1 പ്ലസ് ലാംഡ. സോ ഇവിടുന്ന് ജി എനിക്ക് മൈനസ് 3x ബൈ 1 പ്ലസ് ലാംഡ ആണ്. സോ 3x എടുക്കത്തില്ലല്ലോ, എക്സ് വേണ്ടല്ലോ, 2g അല്ലേ വരുന്നത്. 2gയുടെ വാല്യൂ എടുത്തു. സോ മൈനസ് 3 ബൈ 1 പ്ലസ് ലാംഡ കിട്ടി. ഇനി നമുക്ക് 2f എത്രയാണ് മക്കളെ? മൈനസ് 4 ലാംഡ ബൈ 1 പ്ലസ് ലാംഡ. സോ ഇവിടുന്ന് എഫ് എനിക്ക് എത്ര കിട്ടും? മൈനസ് 2 ലാംഡ ഡിവൈഡ് ബൈ 1 പ്ലസ് ലാംഡ കിട്ടും. സോ അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത്? ജി ഓഫും. സോ അങ്ങനെയാണ് സെൻറ്റർ നമുക്ക് എത്ര കിട്ടും? 3 ബൈ 1 പ്ലസ് ലാംഡ കോമ 2 ലാംഡ ബൈ 1 പ്ലസ് ലാംഡ എന്നായിരിക്കും നമുക്ക് സെൻറ്റർ കിട്ടുന്നത്. റെഡിയാണോ മക്കളെ? ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഈ സെൻറ്റർ ലൈസ് ഓൺ ദ ലൈൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, the circle passing through the intersection of the circle, then having അതിന്റെ സെന്റർ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മളോട് പറയുന്നുണ്ട് ഹാവിങ് ഇറ്റ് സെന്റർ ഓൺ ദിസ് ലൈൻ. അതിന്റെ സെന്റർ ഏത് ലൈനാണ്? ഈ ലൈനിലാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ സെന്റർ കിട്ടിയില്ലേ? ഇനി ഈ സെന്റർ ഈ ലൈനിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, സെന്റർ ലൈസ് ഓൺ ദ ലൈൻ. ഏതാ മക്കളുടെ നമ്മുടെ ലൈൻ ഏതായിരുന്നു ക്വസ്റ്റിനകത്ത്? 2x മൈനസ് 3y പ്ലസ് 12 അല്ലേ? 2x മൈനസ് 3y പ്ലസ് 12. ഓക്കെ, പ്ലസ് 12 അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്തോട്ട് ഇത് ഇട്ട് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സോ 2 ഇൻറ്റു 3 ബൈ 1 പ്ലസ് ലാംഡ മൈനസ് 3 ഇൻറ്റു 2 ലാംഡ 1 പ്ലസ് ലാംഡ പ്ലസ് 12 ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്ത് നമുക്ക് 6 ഡിവൈഡ് ബൈ 1 പ്ലസ് ലാംഡ, ദെൻ ഇവിടെയും 6 ഡിവൈഡ് ബൈ 1 പ്ലസ് ലാംഡ പ്ലസ് 12 ഈക്വൽ ടു നമുക്ക് 0. 6 ലാംഡ ബൈ 1 പ്ലസ് ലാംഡ കേട്ടോ. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. സോൾവ് ചെയ്ത മക്കളെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 മൈനസ് 6 ലാംഡ പ്ലസ് 12 ഇൻറ്റു 1 പ്ലസ് ലാംഡ ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഇവിടെ 6 മൈനസ് 6 ലാംഡ പ്ലസ് 12 ലാംഡ ഈക്വൽ ടു 0. ഇവിടെ 18 പ്ലസ് 6 ലാംഡ ഈക്വൽ ടു 0. ദെൻ 6 ലാംഡ ഈക്വൽ ടു മൈനസ് 18. ലാംഡ ഈക്വൽ ടു നമുക്ക് മൈനസ് 3 എന്ന് കിട്ടും. ലാംഡയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? മൈനസ് 3 കിട്ടി. ഓക്കെ ആണോ മക്കളെ? ഇനി ഈ ലാംഡയുടെ വാല്യൂ നമ്മൾ എടുത്ത് വിട്ടിട്ട് കൊടുക്കണം നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനകത്ത്. ഏത് ഇക്വേഷനകത്ത്? നമ്മുടെ
ഈ ഇക്വേഷൻ അതിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സർക്കിളിൻ്റെ ഇക്വേഷൻ കിട്ടും. റെഡിയാണോ? എന്നിട്ട് നമുക്ക് ആ പോയിന്റുകൾ എവിടെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കിയാൽ മതിയല്ലോ. റെഡി അല്ലേ? ഇപ്പോൾ ലാംഡ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? പുട്ട് ലാംഡ അല്ലേ? പുട്ട് ലാംഡ ഈക്വൽ ടു -3 എവിടെയാ? 1 പ്ലസ് ലാംഡ എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് ലാംഡ വൈ സ്ക്വയർ -6x -4 ലാംഡ വൈ ഈക്വൽ ടു 0. ഓക്കെ, സോ മക്കളെ അപ്പോൾ നമുക്ക് -2x സ്ക്വയർ -2y സ്ക്വയർ -6x പ്ലസ് 12y ഈക്വൽ ടു 0 വരും. ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -2 കൊണ്ട് ത്രൂഔട്ട് ഡിവൈഡ് ചെയ്യുമ്പം x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 3x -6y ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ അല്ലേ മക്കളെ? സോ അപ്പോൾ ഇതാണ് കിട്ടുന്നത്. ഇനി ഈ ഇക്വേഷന് ഏത് പോയിന്റിൽ കൂടെ പാസ് ചെയ്തു? ഇത് ഏതാ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ് നിങ്ങൾക്ക് -3,6 ആയിരിക്കും. നിങ്ങൾ ഇട്ട് കൊടുത്ത് നോക്കിയാൽ മതി. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ് അതായിരിക്കും കിട്ടുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. റെഡി ആണല്ലോ? സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കാം മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇതാണ് എ ഹൈപ്പർബോള ഹാവിങ് ഇറ്റ്സ് ട്രാൻസ്വേഴ്സ് ആക്സിസ് ഓഫ് ലെങ്ത് √2. ഓക്കെ, അപ്പോൾ ട്രാൻസ്വേഴ്സ് ആക്സിസിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ √2 ആണ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് ആക്സിസ് 2a നമുക്ക് √2 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ മക്കളെ, റെഡി. അപ്പോൾ ഇവിടുന്ന് a നമുക്ക് എത്ര കിട്ടും? √2/2. അപ്പോൾ നമുക്ക് 1/2 കിട്ടും. ഓക്കെ, 1/√2 കിട്ടും. ഓക്കെ, 1/√2 കിട്ടി. അത്ര ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കിട്ടിയൊക്കെ നല്ല ഹാസ് ദ ഫോക്കസ് ഫോസി ആസ് ദാറ്റ് ഓഫ് ദ എലിപ്സ്. അപ്പോൾ ഈ എലിപ്സിൻ്റെ അതേ ഫോക്കസ് തന്നെയായിരിക്കും ആ നമ്മുടെ എന്തിനാ ഹൈപ്പർബോളയ്ക്ക്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ നമുക്കൊന്ന് 12 വെച്ച് ഡിവൈഡ് ചെയ്താൽ x²/4 പ്ലസ് y²/3 ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ അപ്പം ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് a² 4 എന്നും b² നമുക്ക് എന്ത് കിട്ടും? 3 എന്നും കിട്ടും. റെഡിയാണല്ലോ? ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? ഫോസി. അപ്പം c² ഈക്വൽ ടു √a² മൈനസ് b². സോ c² അല്ല, c ഈക്വൽ ടു a² മൈനസ് b² എന്നല്ല. അപ്പോൾ c ഈക്വൽ ടു ഇത് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് c എത്ര കിട്ടും? ഇവിടെ c നമുക്ക് എത്ര കിട്ടും? c ആണല്ലോ നമ്മുടെ ഫോസി പറയുന്നത്. അപ്പോൾ c ഈക്വൽ ടു നമുക്ക് √4 - 3 വരും. അത് √1 ആണ്. നമുക്ക് 1 എന്ന് കിട്ടും. ഫോസി നമുക്ക് എത്ര കിട്ടും? ഫോസി എന്ന് പറയുമ്പോഴത്തേന് +or-1,0 എന്ന് കിട്ടും. റെഡിയാണോ മക്കളെ? അപ്പോൾ ഫോസി നമുക്ക് +or-1,0 കിട്ടി. ഓക്കെ, ഇതേ ഫോക്കസ് തന്നെയാണ് നമ്മളുടെ ആർക്കുള്ളത്? നമ്മുടെ ഹൈപ്പർബോളയ്ക്ക് ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. റെഡിയാണ്? അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? എക്സെൻട്രിസിറ്റി നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം അല്ലേ? എക്സെൻട്രിസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് എക്സെൻട്രിസിറ്റി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഇവിടെ ഇത്രയും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രശ്നവും ഇല്ല, വളരെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? സോ അപ്പോൾ എക്സെൻട്രിസിറ്റി ഓഫ് ദ ഹൈപ്പർബോള നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പം നമുക്കറിയാം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോസി എത്ര വരും മക്കളെ? 2ae'. ഞാൻ ae' എന്ന് കൊടുക്കുന്നത് ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി കൊടുക്കുകയാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോസി നമുക്കറിയാം 2c ആണ്. 2cനെ ഞാൻ 2ae എന്ന് എഴുതുന്നു. അപ്പോൾ ഇത് 1ഉം -1ഉം ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോസി നമുക്ക് 2 തന്നെ കിട്ടും അല്ലേ? 2 തന്നെ നമുക്ക് കിട്ടും. സോ ഇവിടുന്ന് 2a ഈക്വൽ ടു നമുക്ക് √2 എന്ന് ഓൾറെഡി അറിയാം. e' ഈക്വൽ ടു നമുക്ക് 2 ആണ്. ദെൻ e' ഈക്വൽ ടു നമുക്ക് 2/√2 കിട്ടും. സോ അപ്പം ഇവിടെ നമുക്ക് എത്ര കിട്ടും മക്കളെ? √2 ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? e' കിട്ടുന്നത്. e' എത്ര കിട്ടും? നമുക്ക് √2 കിട്ടും. റെഡി അല്ലേ? സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സെൻട്രിസിറ്റി ഓഫ് ദ ഹൈപ്പർബോള എത്രയാ? b² × a², ദെൻ e'² -1 എന്ന് കിട്ടും. മക്കളെ a നമുക്ക് 1/√2 എന്ന് കിട്ടിയിട്ടുണ്ട്. അത് 1/2 വരും. ദെൻ e'² നമ്മൾ 2 - 1 ആണ്. സോ നമുക്ക് 1/2 തന്നെ കിട്ടി. സോ ഇവിടെ നമുക്ക് b² എത്ര കിട്ടി? 1/2 കിട്ടി. a² എത്ര കിട്ടും? 1/2 തന്നെ കിട്ടും. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എന്ത് കണ്ടുപിടിക്കാം? x²/a² മൈനസ് y²/b² ഈക്വൽ ടു 1 ആണ്. സോ x²/1/2 മൈനസ് y²/1/2 ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 1 എന്ന് കിട്ടും. സോ ഇപ്പോൾ നമ്മൾ സോൾവ് ചെയ്യണം. ഓക്കെ, അങ്ങോട്ടും കൊണ്ട് ഇങ്ങോട്ടും കൊണ്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x² മൈനസ് 2y² ഈക്വൽ ടു നമുക്ക് 1 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ. ഇനി നമുക്ക് തന്നിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പോയിന്റ് ഡസ് നോട്ട് സാറ്റിസ്ഫൈ. അപ്പോൾ ഇതിനകത്ത് ഈ പോയിന്റുകൾ നിങ്ങൾ എടുത്ത് എന്ത് ചെയ്യാം? ഇതിനകത്ത് ഇട്ട് കൊടുത്ത് നോക്കാം. ഏതാ കിട്ടാത്തത് നമ്മൾ എന്ത് ചെയ്താൽ മതി? നോക്കിയാൽ മതി. ഓപ്ഷൻ ഡി ആയിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് സാറ്റിസ്ഫൈ ആവാത്തത്. ബാക്കിയെല്ലാം തന്നെ എന്ത് ചെയ്യും? ഇതിനകത്ത് സാറ്റിസ്ഫൈ ചെയ്യും വാല്യൂസ് കേട്ടോ. റെഡി അല്ലേ മക്കളെ? അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേടാ മക്കളെ? റെഡി? ഓക്കെ ഗായ്സ്, ക്ലിയർ ആണോ? കാര്യം മനസ്സിലായെന്ന് വിചാരിച്ച എല്ലാ വാല്യൂസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തു? ഇതിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ ആണോ? റെഡി ഗായ്സ്? ഓക്കെ, ക്ലിയർ. സോ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്?
നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുവാണ് മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കിടക്കാം. സെക്ഷൻ ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നോക്കിയിടാം. സെക്ഷൻ ബിയിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² plus 2cx plus b equal to 0, ax² plus 2bx plus c equal to 0 have a common root. രണ്ടുപേർക്കും കോമൺ ആയിട്ട് റൂട്ട് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ദാ ax² plus 2cx plus b equal to 0 എന്ന് പറഞ്ഞ ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടാമത്തേത് ax² plus 2bx plus c equal to 0 രണ്ടാമത്തെ ഇക്വേഷൻ. ഞാൻ ഇക്വേഷൻ നമ്പർ 2ഉം 1 എന്ത് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തേ. അപ്പോൾ ഇത് രണ്ടും പോയി. ദെൻ 2bx plus c minus 2cx minus b equal to 0 എന്ന് വരും. ഇവിടെ നിന്ന് എനിക്ക് 2x കോമൺ ആയിട്ട് എടുത്താൽ b മൈനസ് സി എന്നും അതുപോലെ തന്നെ എനിക്ക് മൈനസ് ഓഫ് b മൈനസ് സി എന്നും എനിക്ക് എഴുതാം ഈക്വൽ ടു 0. സോ ഇവിടെ നിന്ന് എനിക്ക് 2x ഈക്വൽ ടു b മൈനസ് സി ഈക്വൽ ടു b മൈനസ് സി എന്ന് ഇവിടെ വരും. സോ 2x ഈക്വൽ ടു എനിക്ക് 1 എന്ന് കിട്ടും. x ഈക്വൽ ടു എനിക്ക് എത്ര കിട്ടി, 1/2 കിട്ടി. ഇനി ഈ 1/2 എടുത്ത് ഞാൻ ഇക്വേഷൻ നമ്പർ 1ൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, a ഇൻറ്റു 1/2 ഹോൾ സ്ക്വയർ 1/4 വരും. ഇതാണ് 2cx. ഓക്കെ, 2 ഇൻറ്റു സി ഇൻറ്റു എക്സ് 1/2 പ്ലസ് നമുക്ക് എന്തുവാടാ b ഈക്വൽ ടു 0. ഓക്കെ, b ഈക്വൽ ടു 0. സോ ഇവിടുന്ന് a/4 പ്ലസ് സി പ്ലസ് b ഈക്വൽ ടു 0. ഇങ്ങോട്ട് a പ്ലസ് 4c പ്ലസ് 4b ഈക്വൽ ടു 0 എന്ന് വരും. സോ a പ്ലസ് 4b പ്ലസ് 4c അല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് എത്ര മക്കളെ, 0 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത്രയേ ഉള്ളൂ കാര്യം കേട്ടോ. റെഡി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത് വളരെ സിമ്പിൾ ചോദ്യമാണ്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. കെയ്ലി ഹാമിൽട്ടൺ തിയറം യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് കെയ്ലി ഹാമിൽട്ടൺ തിയറം അങ്ങനെയാ നമുക്കറിയാം. a² മൈനസ് ട്രേസ് ഓഫ് a പ്ലസ് ഡിറ്റർമിനന്റ് a ഇൻറ്റു i എന്നാണ്. ഓക്കെ, ദിസ് ഈക്വൽ ടു 0. ഇതൊരു കമ്പയർ ചെയ്തേ. a² മൈനസ് 8a പ്ലസ് ki അല്ലെ ഈക്വൽ ടു 0. ഇത് ഇവിടുന്ന് മോഡുലസ് k കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മക്കളെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡിറ്റർമിനന്റ് a നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ ഈ തന്നിരിക്കുന്നതിനകത്ത് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം ഇത് മൈനസ് k ആവുമല്ലോ അല്ലെ, ഇത് മൈനസ് k ആവും. കാരണം നോക്കിയേ, ഇത് ഈക്വൽ സൈൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോഴത്തേന് ഇത് -8, ഇത് -k ആവും കേട്ടോ. സോ ഡിറ്റർമിനന്റ് a ഈക്വൽ ടു എന്താണ് മക്കളെ, ഡിറ്റർമിനന്റ് a ഈക്വൽ ടു -k എന്നാണ് നമുക്ക് ഇതിനകത്ത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അല്ലേ, -k. സോ ഡിറ്റർമിനന്റ് a കണ്ടുപിടിച്ചേ 7 എന്ന് കിട്ടും. അപ്പം 7 ഈക്വൽ ടു -k എന്നാണ്, അതായത് k ഈക്വൽ ടു -7 വരും. നമുക്ക് മോഡ് k ആണ് വേണ്ടത്. സോ മോഡ് 7. സോ 7 ആണ് നമ്മളുടെ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത് നല്ലൊരു ചോദ്യമാണ്, പക്ഷേ ഇത് കാണുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് എത്തണമെന്ന് നിർബന്ധമില്ല കേട്ടോ. മക്കളെ, ഇവിടെ നമുക്കൊരു ഫംഗ്ഷണൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. f(x + y) = f(x × f(i) അല്ലേ. എന്താ തന്നിരിക്കുന്നത്, f(x + y) = f(x × f(y) എന്നാണ് തന്നിരിക്കുന്നത്. ദെൻ നമുക്ക് തന്നിട്ടുണ്ട് f(1) 2 ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഗായ്സ്, സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനകത്ത് നിന്ന് f(2) ഞാനൊന്ന് കണ്ടുപിടിക്കാൻ പോവാം. ആക്ച്വലി f(2) എന്ന് പറഞ്ഞാൽ f(1 + 1) എന്ന് ഞാൻ എഴുതിയാൽ എനിക്ക് ഇത് f(1 × f(1) എന്ന് എനിക്ക് എഴുതാം. അപ്പോൾ f(1) 2 ആണെങ്കിൽ f(1) 2 ആണ്, 2² എന്ന് കിട്ടും. ഇനി f(3) ഒന്ന് നോക്കിക്കേ, അപ്പോൾ എനിക്ക് f(2 + 1) എന്ന് എഴുതാം അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ എഴുതുന്നത് f(2 × f(1) എന്ന് എഴുതാം. f(2) നമുക്കിപ്പോൾ എത്ര മക്കളെ എഴുതിയത്, 2² കിട്ടി. ദെൻ f(1) എത്രയാ, 2 ആണ്. അപ്പോൾ എനിക്ക് 2³ കിട്ടി. എടാ, അപ്പോൾ f(2) എഴുതിയാൽ ഇത് 2², f(3) എഴുതിയാൽ ഇത് 2³ f(4) എഴുതിയാൽ ഇത് 2⁴ അങ്ങനെ വരും. അപ്പോൾ ജനറലി നമുക്ക് ഇത് f(x) എന്ന് എഴുതിയാൽ ഇത് എത്ര കിട്ടും, ഇത് 2⁻x എന്ന് നമുക്ക് ജനറലി എന്ത് ചെയ്യാം, പറയാൻ പറ്റും. റെഡിയാണല്ലോ. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താ, f(k + m) ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2⁻k + m. ഓക്കെ, സമ്മേഷൻ അല്ലേ, സമ്മേഷനും കൂടി ചേർന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, സിഗ്മ m = 1 to k 2⁻k + m. അത് എത്ര തന്നിട്ടുണ്ട്, 16 × 2⁻n - 1 നമുക്ക് തന്നിട്ടുണ്ട്. എടാ, ഇനി ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുവാണ്. m = 1 to k 2⁻k × 2⁻m = 16 × 2n - 1. ദെൻ 2⁻k ഞാൻ പുറത്തെടുത്തു. ദെൻ m = 1 to k 2⁻m. ഓക്കെ, റെഡി. k അല്ലല്ലേ, n അല്ലേ, ഞാൻ എന്തിനാണ് k എഴുതുന്നത്, n ആണ് ഇവിടെ കേട്ടോ, ഞാൻ ഓർക്കുകയും ചെയ്തു n. ഓക്കെ, n ആണ് 2⁻m. സോ ഇതിപ്പോൾ നമുക്ക് 16 × 2n - 1. എടാ, ഇത് നിങ്ങളൊന്ന് നോക്കിയേ, എമ്മിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ 2,
ദെൻ എമ്മിന് 2 ഇട്ട് വരുമ്പോൾ 2 സ്ക്വയർ പിന്നെ 2 ക്യൂബ്. ഇതൊരു GP ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ജി പിയുടെ സമ്മ എത്രയായിരിക്കും നമുക്ക് കിട്ടുന്നത്? വിത്ത് A 2 ആണ്, R 2 ആണ്, n ടേംസ് നമുക്ക് വരും. ഓക്കെ, എമ്മിന് n കൊടുക്കുമ്പോൾ 2 n ടേംസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ സം ഓഫ് n ടേംസ് എങ്ങനെ കിട്ടും? A ഇൻറ്റു r⁻n−1 ഡിവൈഡ് ബൈ r−1. ഇവിടെ 2 ദെൻ 2⁻n−1 ഡിവൈഡ് ബൈ 2−1. അപ്പം നമുക്കിത് 2 ഇൻറ്റു 2⁻n−1 എന്ന് വരും. ആക്ച്വലി ഈ സാധനം എന്താണ്? 2 ഇൻറ്റു 2⁻n−1 ആണ്. ദെൻ പുറത്തൊരു 2k കിടപ്പുണ്ട്. സോ 2k ഇൻറ്റു 2 ഇൻറ്റു 2⁻n−1 2 ഇൻറ്റു 2⁻n−1 ഈക്വൽ ടു നമുക്കത് എത്ര തന്നിരിക്കുന്നത്? 16 ഇൻറ്റു 2⁻n−1 16 ഇൻറ്റു 2⁻n−1 എന്ന് വരും. സോ മക്കൾസ്, അപ്പം നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? ഈ 2⁻n−1 രണ്ടിടത്ത് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ 2k then 2 ഈക്വൽ ടു 16 വരും. സോ 2k ഈക്വൽ നമുക്ക് എത്ര കിട്ടും? ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന് എനിക്ക് 2k+1 എന്ന് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു 16. അങ്ങനെയാണ് 2k+1 ഈക്വൽ ടു എനിക്ക് 2⁴ എന്ന് എഴുതാം. സോ k+1 ഈക്വൽ ടു 4 എന്ന് എഴുതാം. കെയുടെ വാല്യൂ എനിക്ക് 3 എന്ന് എഴുതാം. കേട്ടോ, കെയുടെ വാല്യൂ എത്ര കിട്ടി? നമുക്ക് 3 കിട്ടി. സോ ഇതാണ് നമ്മളുടെ ആൻസർ. റെഡി അല്ലേ മക്കളെ? സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ്. ഈ സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടെന്നാണ് നമ്മളുടെ ചോദ്യം. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ സെറ്റ് ഒന്ന് സോൾവ് ചെയ്യാം. എന്നിട്ടല്ലേ ഇതിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കേണ്ടതുള്ളൂ. അപ്പം ഞാൻ 3 cos square 2 theta plus 6 cos 2 theta minus 10. ഈ cos square theta ഞാൻ എന്ത് കൊടുക്കുന്ന അറിയാമോ? 1 plus cos 2 theta by 2 എന്ന് കൊടുക്കുന്നു. പ്ലസ് 5 കൊടുത്തൂടെ എനിക്ക്? ദിസ് ഈക്വൽ ടു 0 അല്ലേ? അത് ഇക്വേഷൻ ആണ്, അത് സോൾവ് ചെയ്യാൻ പോകണം. ഈക്വൽ ടു 0 അങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ മക്കളെ, അപ്പം നമുക്ക് 3 cos square 2 theta plus 6 cos 2 theta minus 5 cos 2 theta plus 5 ഈക്വൽ ടു 0. അപ്പോൾ എനിക്കിവിടെ 3 cos square 2 theta plus cos 2 theta then minus 5 plus 5 0. ഓക്കെ, ദെൻ ഇവിടെ ഞാൻ cos 2 theta കോമൺ ആയിട്ട് പുറത്തെടുത്താലും എനിക്ക് 3 cos 2 theta plus 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ എനിക്ക് cos 2 theta ഈക്വൽ ടു 0 എന്നും അതുപോലെ തന്നെ cos 2 theta ഈക്വൽ ടു എനിക്ക് -1/2 എന്നും കിട്ടും. സോറി, -1/3 എന്നും കിട്ടും. കാരണം 1/3 അല്ലേ, 3 എന്നും കിട്ടും. മക്കളെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്കിത് ഗ്രാഫ് വരച്ച് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം? ഇതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. cos 2 theta ഗ്രാഫ് വരയ്ക്കണം. cos theta അല്ല, cos 2 theta ഗ്രാഫാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, cos 2 theta ഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? വരയ്ക്കാൻ പോവുക. cos theta അല്ല, 2 theta കേട്ടോ. 2 theta ഗ്രാഫ് വരച്ചാൽ എങ്ങനെ ഇരിക്കും? ഞാൻ ആ ഗ്രാഫ് വരച്ച് കാണിക്കാം. ഓക്കെ മക്കളെ, ഇതിപ്പം അപ്പം cos 2 theta ഗ്രാഫാണ് നമ്മൾ വരയ്ക്കുന്നത്. നോർമലായിട്ട് വരയ്ക്കാം. ഇവിടെ നിന്ന് വന്നു, ഇവിടെ മുട്ടി, പിന്നെ ഇവിടെ നിന്ന് വന്നു, ഇങ്ങനെ പോയി, ഇങ്ങനെ വന്നു, പിന്നെ ഇങ്ങനെ വന്നു, പിന്നെ ഇങ്ങനെ വന്നു. ഇത്രയും മതി തൽക്കാലം. എന്നിട്ട് ബാക്കി നമുക്ക് വാല്യൂസ് എഴുതാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ cos 2 theta ആകുമ്പം π/2 ഇവിടെ വരും. ദെൻ പൈ എന്ന് പറയുന്നത് ഇവിടെ വരും. ദെൻ 2π എന്ന് പറയുന്നത് ഇവിടെ വരും. ഓക്കെ, ഇതാണ് cos 2 theta ഗ്രാഫ്. cos theta അല്ല, cos 2 theta. cos 2 theta y ഈക്വൽ ടു cos 2 theta ആണ് നമ്മളിപ്പോൾ വരച്ചു വെച്ചിരിക്കുന്നത്. മക്കളെ, y ഈക്വൽ ടു cos 2 theta 0 ആകുന്ന ഗ്രാഫ് ഏതായിരിക്കും? ഇതായിരിക്കും 0 ആകുന്ന ഗ്രാഫ്. അപ്പോൾ എത്ര തവണ ടച്ച് ചെയ്യുന്നു നോക്കി? ഇവിടെ ടച്ച് ചെയ്തു, ഇവിടെ ടച്ച് ചെയ്തു, ഇവിടെ ടച്ച് ചെയ്തു, ഇവിടെ ടച്ച് ചെയ്തു. മക്കളെ, 0 മുതൽ 2π വരെ, അല്ലെ സോറി, 0 മുതൽ ഇവിടെ വരെ 2π വരെയുള്ള ഇന്റർവെൽ എടുത്താൽ എത്ര തവണ ടച്ച് ചെയ്യുന്നുണ്ട്? 4 സൊല്യൂഷൻസ് വരുന്നുണ്ട്. 0 മുതൽ 2π വരെ. ഇനി നമുക്ക് 4π വരെ വരണം. അപ്പോൾ അത്രയും കൂടെ പോകുമ്പോഴത്തേന് വീണ്ടും അവിടെ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 8 സൊല്യൂഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? ഇവിടെ 4 എണ്ണം വരും. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ 4 സൊല്യൂഷൻസ് വന്നു. അതുപോലെ ഇങ്ങോട്ട് 4 സൊല്യൂഷൻസ് വരും. അപ്പോൾ തന്നെ 4 4 8 ആയി. ഇതേപോലെ അപ്പുറത്തെ സൈഡിലും ഇല്ലേ? -4π to 4π ആണ് നമ്മുടെ സൊല്യൂഷൻസ് നമുക്ക് വേണ്ടത്. എവിടെ തൊട്ട് അവിടെ വരെ? -4π മുതൽ 4π to 4π ആണ്. അപ്പം 4π. അപ്പോൾ 0 മുതൽ 4π വരെ നമുക്ക് 8 സൊല്യൂഷൻ ഉണ്ട്. അപ്പം -4π മുതൽ 0 വരെ നമുക്ക് 8 എണ്ണം ഉണ്ട്. അപ്പോൾ 8 തൊട്ട് 16 സൊല്യൂഷൻസ് ആർക്കുണ്ട്? 16 സൊല്യൂഷൻസ് നമുക്ക് ഇപ്പോൾ ആർക്ക് കിട്ടി? cos 2 theta ഈക്വൽ ടു 0ക്ക് കിട്ടി. ഇതേപോലെ തന്നെ cos 2 theta ഈക്വൽ ടു -1/3. -1/3 ആകുമ്പോൾ താഴെ കൂടെ പാസ് ചെയ്യും. ഓക്കെ, -1/3 ആകുമ്പോൾ താഴെ കൂടെ പാസ് ചെയ്യും. ഓക്കെ,
അവന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 1 2 3 4 സൊല്യൂഷൻസ് ഇവിടെയും കിട്ടുന്നുണ്ട്. 1 2 3 4. അവർക്കും ഇതേപോലെ തന്നെ നമുക്ക് എത്രയുണ്ട്, 16 സൊല്യൂഷൻസ് അവിടെയും കിട്ടുന്നുണ്ട്. ഓക്കെ, cos 2θ ഈക്വൽ ടു -1/3ക്കും 16 സൊല്യൂഷൻസ് ഉണ്ട്. ടോട്ടൽ നമുക്ക് 16 16 32 സൊല്യൂഷൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ടോട്ടൽ ഉണ്ട്. ഓക്കെ, റെഡിയല്ലേ മക്കളെ? ടോട്ടൽ നമുക്ക് 32 സൊല്യൂഷൻസ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് കിട്ടാൻ പോകുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു മക്കളെ? ഓക്കെ അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, സോ ഈ രീതിയിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. സോ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് സ്കൂൾ ആർ അറേഞ്ച്ഡ് ആസ് പെർ ദ ഡിക്ഷണറി ദെൻ ദ റാങ്ക് ഓഫ് ദ വേർഡ്. ഓക്കെ അല്ലേ മക്കളെ? സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡിക്ഷണറിൽ അറേഞ്ച് ചെയ്യുന്ന പോലെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതണ്ടേ? സി എച്ച് ഒ എൽ എസ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ സ്കൂളെന്ന് തന്നെ എഴുതും. SCHOOL ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ച അല്ലേ? സോ ഇനി നമ്മൾ എന്ത് ചെയ്യും, താഴോട്ട് ഇങ്ങനെ വരയ്ക്കും. ഇനി നമ്മൾ നോക്കേണ്ടത് എസ്സിന് മുന്നേ എത്ര ടേംസ് ഉണ്ട്? 1 2 3 4 5 ടേംസ് ഉണ്ട്. സോ നമുക്ക് 5 എഴുതാം. ഇനി ഇപ്പോൾ എസ് കട്ട് ചെയ്ത് കളഞ്ഞേ, എസ് എടുത്തല്ലോ, എസ് കളഞ്ഞു. ഇനി നമുക്ക് അടുത്ത എന്താണ്, സി ആണ്. സിക്ക് മുന്നേ വല്ലതും ഉണ്ടോ? സിക്ക് മുന്നേ ഒന്നുമില്ല, 0. സോ സി നമ്മൾ കളഞ്ഞു. ഇനി അടുത്ത് നമുക്ക് എച്ച് ആണ്. എച്ചിന് മുന്നേ വല്ലതും ഉണ്ടോ? എച്ചിന് മുന്നേ ഒന്നുമില്ല, 0. ദെൻ ഒയ്ക്ക് മുന്നേ എച്ച് ഇപ്പം നമ്മൾ എടുത്തല്ലോ. ഇനി ഒയ്ക്ക് മുന്നേ വല്ലതും ഉണ്ടോ? ഇല്ല, 0. ഒ കളഞ്ഞു. ഒയ്ക്ക് മുന്നേ വല്ലതും ഉണ്ടോ? 0. ഓക്കെ, സോറി, ഒരാളെ ഞാൻ എഴുതുന്ന മാറിപ്പോയി. എഴുതുന്ന മാറിപ്പോയി. മക്കളെ ശ്രദ്ധിച്ചേ, ഓർഡറിലല്ല എഴുതിയത്, പെട്ടെന്ന് എഴുതുക. CHLOS അല്ലേ ആൽഫബറ്റിക്കൽ ഓർഡറിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ എസിൻ്റെ അവിടെ 5, ശരി, എസ് പോയി. then അടുത്ത സിയുടെ മുന്നിൽ 0 ആണ്, സി ഒന്നുമില്ല. എച്ചിൻ്റെ മുന്നിൽ ഒന്നുമില്ല, അതും 0 ആണ്. ഒയ്ക്ക് മുന്നേ ഒരാളുണ്ട് അല്ലേ, എൽ ഉണ്ട്. അപ്പോൾ ഒയ്ക്ക് മുന്നേ ഒരാളുണ്ട്. അപ്പോൾ ഒ വൈ, ഈ ഒയ്ക്ക് മുന്നേ നമുക്ക് എന്തുണ്ട്, ഒരാളുണ്ട്. അപ്പോൾ എ ഒ വൈ. ദെൻ എല്ലിന് മുന്നേ ഒന്നുമില്ല, 0. ഓക്കെ, നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യും, 0 ഫാക്ടോറിയൽ, 1 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ, 4 ഫാക്ടോറിയൽ, 5 ഫാക്ടോറിയൽ കൊടുക്കും. മക്കളെ ഇനി നമ്മൾ നോക്കേണ്ടത് എന്താ, ഇത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടത് അതിൻ്റെ ഫാക്ടോറിയൽ നമ്മൾ ഡിവൈഡ് ചെയ്യണം അല്ലേ. ഇവിടെ നമുക്ക് എസ് മുതൽ നമ്മൾ നോക്കിയത് ഇവിടെ 2 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. സിയുടെ എവിടെയും ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. എച്ചിൻ്റെ എവിടെയും ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. ഒയിൻ്റെ എവിടെയും ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ കൊടുക്കണം, കാരണം ഇതുകൂടി ഇൻക്ലൂഡഡ് ആണ് നോക്കുന്നത്. പക്ഷേ ഇവിടെ മുതൽ ഇനി അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്ന ഒന്നുമില്ല. സോ അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ മക്കളെ, സോ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഫൈനൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? 5 × 5 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു അവിടെ നമുക്ക് 0 നോക്കിക്കേ, സോറി ഇൻറ്റു അല്ല, പ്ലസ് അവിടെ നമുക്ക് 0 ആണ്, ഇവിടെയും 0 വരും. ഏത്? ഇത് രണ്ടും 0 ആണ്, ഇത് രണ്ടും 0 ആണ്. ദെൻ ഇത് നമുക്ക് 2 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ എന്ന് വരും. ദെൻ അപ്പുറത്ത് 1 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ പ്ലസ് ലാസ്റ്റ് ഒരു 1 നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം. സോ മക്കളെ ഇപ്പോൾ 5 × 120 ബൈ 2 വരും. ദെൻ ഇവിടെ നമുക്ക് 1 + 1 + 1 കിട്ടും. സോ ഇവിടെ നമുക്ക് 6. സോ 300 + 3 303 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. 303 is the right answer. സോ ഇത്രയും ചോദ്യങ്ങളായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഞാൻ ക്വിക്കായിട്ട് എല്ലാത്തിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.